ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കുന്നത് സൈക്ലോൺ എന്ന നോവലിൻ്റെ 15ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. ചോദ്യം പറച്ചിലൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ 4 പേരും ജീപ്പിലോട്ട് കയറിക്കി. ഫോർച്യൂണറിന് കീ തന്നേക്ക്. അത് പോലീസ് ഡ്രൈവർ പുറകെ കൊണ്ടുവരും. എൽദോസ് എന്ന് ജീപ്പിൽ കയറി. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ സന്ദീപിനോടും കൂടെയുള്ളവരോടും പോലീസ് ജീപ്പിൽ കയറാൻ ആജ്ഞാപിച്ചു. കാര്യമന്വേഷിച്ച് ഔസേപ്പച്ചനോട് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു, മോഷ്ടിച്ച വണ്ടിയത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുക. സന്ദീപും കൂട്ടരും പോലീസ് ജീപ്പിൽ കയറി. പോലീസുകാരനായ ഒരു ഡ്രൈവർ ഫോർച്യൂണറിൽ വന്നു കയറി. പോലീസ് ജീപ്പ് മുന്നിലും ഫോർച്യൂണർ പിന്നിലുമായിട്ട് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി തേക്കിൻതണ്ടിൽ നിന്നുള്ള കയറ്റം കയറി പോയിക്കൊണ്ടിരുന്നു. അധ്യായം 39. പ്രാഥമിക ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് സന്ദീപിൻ്റെയും രാജഗോപാലിൻ്റെയും കിഷോറിൻ്റെയും ID കാർഡുകളിൽ നിന്നും തന്നെ കാര്യം വ്യക്തമായി കഴിഞ്ഞിരുന്നു. DYSP ഹേമചന്ദ്രൻ്റെ നിർദ്ദേശമായിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ചിന്താക്കുഴപ്പത്തിലാക്കിയത്. സാറ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണം. എന്തായാലും തൊണ്ടി മുതൽ കൈയോടെ പിടിച്ചതല്ലേ. പോലീസ് ഭാഷയിൽ വളരെ സാഹസ്യമായി കെണിയൊരുക്കി വല വിരിച്ച് പിടിച്ചെന്ന് തന്നെ സ്ഥാപിച്ചേക്കണം. ഞങ്ങളുടെ പത്രത്തിലും വലിയൊരു വാർത്ത കിട്ടുമല്ലോ. സന്ദീപ് എൽദോസിനോട് പറഞ്ഞു. ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം എൻ്റെ ജോലി ചെയ്യാൻ. എൽദോസ് സന്ദീപിൻ്റെ നേർക്ക് കടുത്ത നോട്ടം നോക്കി. സാറിന് മനസ്സിലായില്ലേ, ഞങ്ങൾ കാർ മോഷ്ടാക്കളാണ്. ഇദ്ദേഹം ലക്ഷത്തിന് മീതെ ശമ്പളം വാങ്ങുന്ന കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയി, സീനിയർ മാനേജർ. ഞാൻ മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൻ്റെ സീനിയർ സബ് എഡിറ്റർ. എന്താ ഇവിടെ ഇൻഫോ പാർക്കിൽ ഒരു IT പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് കാറ് മോഷ്ടിച്ചോണല്ലോ ജീവിക്കാൻ. നിങ്ങൾ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. കാറിൻ്റെ ഓണർ വിളിച്ചു പറഞ്ഞു, കംപ്ലൈൻ്റ് അനുസരിച്ചാണ് വണ്ടിയെ നിങ്ങളെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കാറ് പരാതിക്കാരൻ്റെ ആണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. എൽദോസ് കർക്കശമായി പറഞ്ഞു. താങ്കളോട് പച്ചമലയാളത്തിൽ പറഞ്ഞില്ലേ ഹേമചന്ദ്രൻ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വിട്ടുതന്ന കാറാണെന്ന്. ഹേമചന്ദ്രൻ ഞങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായില്ല. സന്ദീപ് തർക്കിച്ചു. കാറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വിട്ടുതന്നതാണെങ്കിൽ നിങ്ങളുടെ ബന്ധു തന്നെ എന്തിനു പരാതിപ്പെടണം? അത് അയാളോട് ചോദിക്കണം സാറേ, ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹേമേന്ദ്രൻ സാറിനെ വിളിച്ച് സംസാരിക്കുക. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. താങ്കൾ വിളിച്ചു പറഞ്ഞേക്ക്. പ്രതികളെയും പിടിച്ചു, കാറും കസ്റ്റഡിയിലെടുത്തെന്ന്. സന്ദീപ് അയവില്ലാത്ത നിലപാടില്ലായിരുന്നു. ഗത്യന്തരമില്ലാതെ എൽദോസ് ഹേമേന്ദ്രൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. മറുവശത്തൊന്നും ഹലോ കേട്ടപ്പോൾ എൽദോസ് പറഞ്ഞു, സാറേ ഫോർച്യൂണർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബുക്കും പേപ്പറും നോക്കിയപ്പോൾ സാറിൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. കാറിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തില്ലേ, അവരും സമ്മതിച്ചു സാറിൻ്റെ കാറാണെന്ന്. അവരെന്തിനാ അവിടെ വന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം? അവരെവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചറിഞ്ഞോ? പള്ളിക്കുടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശേഖരൻകുട്ടി എന്ന ആളെ കാണാൻ പോയതാണെന്ന് പറയുന്നു. ശേഖരൻകുട്ടിയെ കാണേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് പേഴ്സണൽ മാറ്ററാണെന്ന് പറയുന്നു. എടോ പോലീസിന് എന്തിനാടോ ശൗര്യം? 4 തെറിയും പിടിച്ച് അടിയും കൊടുത്താൽ കിളി പറയുന്ന പോലെ പറയത്തില്ലേ? സർ, അവരുടെ ID ഒക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു. ഒരാൾ ടെലിഫോൺസിൽ സീനിയർ മാനേജർ, അടുത്തയാൾ സീനിയർ സബ് എഡിറ്റർ, അടുത്തയാൾ IT പ്രൊഫഷണൽ, പിന്നെയുള്ളത് BSNL ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. അവരാരായാലും എന്താ? കുറ്റവാളികളെ പിടിച്ചാൽ പോലീസ് ചോദ്യം ചെയ്യും, തല്ലും. തൊണ്ടി സഹിതമല്ല പിടിച്ചത്. ഫോർച്യൂണർ അവർക്ക് യൂസ് ചെയ്യാൻ സാറ് തന്നെ കൊടുത്തതാണെന്ന് പറയുന്നു. അവർ പറയുന്നതൊന്നും താൻ വിശ്വസിക്കണ്ട. സാറിനെ കുഴപ്പത്തിലാക്കരുത്. സാറുവിൻ്റെ ബന്ധുവാണെന്ന് ആ പത്രക്കാരൻ പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ലടോ. അവൻ കള്ളനെ കഞ്ഞി വെച്ചവനാ. അവനെ 2 എണ്ണം പൊട്ടിച്ചിട്ട് താൻ ചോദിക്കേ. സാറേ, അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നാണോ പറയുന്നത്? സാറേ, അവസാനം ഞാൻ സമാധാനം പറയേണ്ടി വരുന്ന ലക്ഷണം. താനൊരു കാര്യം ചെയ്യ്, ഓരോരുത്തരോടും അഫിഡവിറ്റ് എഴുതി വാങ്ങിയിട്ട് വിട്ടേക്ക്. കാർ അവിടെ കിടന്നോട്ടെ. പിന്നെ പള്ളിക്കുടിയിലെ ശേഖരൻകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ശേഖരൻകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെല്ലാം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണം. സർ, അവരുടെ പേരിലുള്ള ചാർജ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പ്രതികൾ അവരെ കാണാൻ വന്നത് എന്തിനാണ്? എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്താണ് അവരുടെ ലക്ഷ്യം? ഇതൊക്കെ അറിയണം. ഓക്കെ. തുടർന്ന് കോള് കട്ടായി. നിങ്ങൾ ഓരോരുത്തരും ഓരോ സത്യവാങ്മൂലം എഴുതി തന്നിട്ട് പോയിക്കോളാനാ ഹേമേന്ദ്രൻ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല സാറേ. ആ ഫോർച്യൂണറും കൊണ്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. അഫിഡവിറ്റ് ഒന്നും എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല.
സന്ദീപ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എനിക്ക് ജോലി ഉണ്ടാക്കാൻ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുകയാണോടാ. നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. നിങ്ങളങ്ങ് ചെയ്താട്ടെ. സന്ദീപ് കൂസലില്ലാതെ നിന്നു. അഫിഡവിറ്റ് നൽകാൻ തയ്യാറല്ലേ? ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും ഹേമേന്ദ്രൻ സാറ് പറയുന്നു കാറ് നിങ്ങൾ മോഷ്ടിച്ചതാണെന്ന്. എന്നിട്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങിയിട്ട് പ്രതികളെ വിട്ടയക്കാനും പറഞ്ഞു അല്ലേ? എന്താണോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അയാളുടെ ഉടുപ്പും നിക്കറും തൊപ്പിയും ഒക്കെ അധികം വൈകാതെ ഊരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നമെന്ന്. എൽദോസ് ചിന്താക്കുഴപ്പത്തിലാക്കി. നിങ്ങളിത് കേസാക്കിക്കോ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചേക്കണം. ഹേമേന്ദ്രൻ DYSPയുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് വാങ്ങിയേക്കണം. നേരിട്ട് കിട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ ഇമെയിലായിട്ട് തരാൻ പറ. അല്ലെങ്കിൽ അവസാനം അയാൾ ഒഴിഞ്ഞു മാറും. നിങ്ങൾക്ക് സസ്പെൻഷനുമാവും. സന്ദീപിന് കൂസലൊന്നും ഇല്ലാത്തതും യഥാർത്ഥ പ്രശ്നം കാർ മോഷണം അല്ലെന്നുള്ള വിചാരവും എൽദോസിനെ കടുത്ത നടപടികളിൽ നിന്നും പിന്തിരിപ്പിച്ചു. റൈറ്റർ ജോർജിനെ വിളിച്ച് പ്രതികളുമായി ആശയവിനിമയം നടത്താൻ ഏർപ്പാടാക്കിയിട്ട് എൽദോസ് ഓഫീസ് റൂമിലേക്ക് പോയി. ജോർജ് റൈറ്റർ സന്ദീപിനെയും രാജഗോപാലിനെയും വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. അതിനുശേഷം എൽദോസിൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് പറഞ്ഞു, സാറേ, നമ്മൾ പുലിവാല പിടിച്ചിരിക്കുന്നത്. എന്താ അവർ പറയുന്നത്? സാറേ, ആ പത്രക്കാരൻ ആലപ്പുഴയിലെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മകനാ. പിന്നെ കാറ് അത് മോഷ്ടിച്ചതല്ല സാറേ. കോട്ടയം SP ഓർഡർ അനുസരിച്ച് ആ ക്രൈംബ്രാഞ്ച് SP തന്നെ വിട്ടുകൊടുത്തതാണ് സാറേ. ഇത് വലിയ കാസാ. ഇതിൽ മാൻ മിസ്സിങ്ങും മർഡറും ഒക്കെ ഉണ്ട്. മിക്കവാറും സാറിന് ഉടനെ തന്നെ മുകളിൽ നിന്ന് കോൾ വരും. അവരതിനകം സംഭവമെല്ലാം ഫോൺ ചെയ്ത് കോട്ടയം SP അറിയിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയം SP ഓർഡർ ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഹേമേന്ദ്രൻ സാർ കംപ്ലയിൻറ്റ് ചെയ്യുമോ? അദ്ദേഹത്തിനല്ലേ അതിൻ്റെ കേട്. അല്ലെങ്കിൽ തന്നെ കോട്ടയം SP എന്തിന് ഹേമേന്ദ്രൻ സാറിൻ്റെ കാർ ഇവർക്ക് കൊടുക്കാൻ ഓർഡർ ഇടണം? ഇവർ പറഞ്ഞത് അതേപടി വിശ്വസിക്കണ്ട. എന്തോ കള്ളക്കളിയുണ്ട് സാർ. ഇവരെല്ലാം കൂടി മണിമലയുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹേമേന്ദ്രൻ സാറിൻ്റെ ആളുകൾ ഇവരുടെ കാർ അടിച്ചു തകർത്തു. ഇവരുടെ കൂടെ SP ഓഫീസിൽ നിന്നും ആളുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ SP അദ്ദേഹം ഇവരുടെ കാർ റിപ്പയർ ചെയ്യാനും പകരം മറ്റവരുടെ കാർ കൊടുക്കാനും ഓർഡർ ഇട്ടു. ജോർജ് വിശദമാക്കി. ഓഹോ, എന്താണ് മാൻ മിസ്സിങ്ങും മർഡറും? എൽദോസ് ചോദിച്ചു. ജോർജ് റൈറ്റർ അതിനുത്തരം പറയുന്നതിന് മുമ്പേ എൽദോസിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. എൽദോസ് കോൾ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് ഹേമേന്ദ്രനായിരുന്നു. സർ, ഹലോ, എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ? സർ, അവർ കാറും കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. കേസാക്കാനും അറസ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അഫിഡവിറ്റ് തരില്ലെന്ന് വാശിയിലാണ്. ആ തന്തയ്ക്ക് പറക്കാത്തവനിട്ട് 2 പൊട്ടിച്ചിട്ട് വിരട്ടി വിടാൻ തന്നെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ താനൊക്കെ എന്തിനാണോ പോലീസിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? സാറൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് തന്നാൽ മതി, ഞാനങ്ങ് കേസാക്കാം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് തനിക്ക് എങ്ങനെ കംപ്ലയിൻറ്റ് വരും? സാർ ഇമെയിലിൽ അയച്ചാൽ മതി, ഞാൻ ഇമെയിൽ ID തരാം. നോക്കട്ടെ, എന്തായാലും അവരെ വിടണ്ട, അവിടെ നിൽക്കട്ടെ രാത്രി വരെ. അവർ പറയുന്നത് സാറിൻ്റെ കാർ കോട്ടയം SP അദ്ദേഹം ഇടപെട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്തതെന്നാ. അവിടെയൊക്കെ ഞാൻ കുഴപ്പത്തിലാകുമോ സാറേ? അവർ വല്ലതൊക്കെ പറയുന്നതാണോ തനിക്ക് കാര്യം? അതോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഞാൻ പറയുന്നതാണോ? എടോ, അടുത്ത ഇടുക്കി SP ഞാനാ. ഹോം മിനിസ്റ്ററുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്. തനിക്കറിയോ? സാർ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സാറ് പറയുന്ന പോലെ ചെയ്യാം. താനൊരു കോപ്പം ചെയ്യണ്ട, താൻ പോയി തൻ്റെ പണി നോക്ക്. പെട്ടെന്ന് കോൾ കട്ടായി. കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊട്ട് ചെയ്തു. എൽദോസ് റൈറ്റർ ജോർജിനോട് പറഞ്ഞു, സാറേ, ഇത് പ്രശ്നമാവും. ക്രൈംബ്രാഞ്ചിലെ DYSPക്ക് സാറിന് നേരിട്ട് അറിയോ? എനിക്ക് പരിചയമില്ല സാറേ. എന്തോ ഒരു ഉടായ്പ കേസ് ഇതിൻ്റെ പുറകിലുണ്ട്. ആ പത്രക്കാരും കൂടെയുള്ളവരും ജെനുവിനാ. അവർ കറക്റ്റ് കാര്യമാണ് പറയുന്നത്. സാർ അവരെ വിട്ടേക്കുന്ന ബുദ്ധിയെന്ന് തോന്നുന്നു. മറ്റേ DYSPയുടെ കാറ് മോഷണം പോയതാണെങ്കിൽ അദ്ദേഹം ഇതിനകം അവിടുന്ന് തിരിക്കണ്ടേ? പോന്നിട്ടില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും, മറ്റവരെ ഇങ്ങോട്ട് വിളിക്ക്. അവരുടെ ID പ്രൂഫിൻ്റെ ഓരോ കോപ്പി എടുത്ത് വെച്ചിട്ട് വിട്ടേക്കാം. എൽദോസ് പറഞ്ഞു. റൈറ്റർ മുറിവിട്ട് പോയി. മേശപ്പുറത്തിരുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. എൽദോസ് ഫോൺ എടുത്തു. ഹലോ, എടോ, താനൊരു ഫോർച്യൂണർ കാറും അതിൽ വന്ന 4 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ചെറുതോണി സർക്കിൾ ഓഫീസിൽ നിന്നായിരുന്നു കോള്. സർ, അവരെ വിട്ടയക്കാൻ പോവുകയാണ്. എടോ, ആ കാറ് കോട്ടയം SP പ്രത്യേക നിർദ്ദേശപ്രകാരം അവർക്ക് വിട്ടുകൊടുത്തതാ. തന്നോട് ആര് പറഞ്ഞു വേണ്ടാത്ത കേസൊക്കെ കയറി പിടിക്കാൻ? ആ കാറിൻ്റെ ഓണർ ഹേമേന്ദ്രൻ എന്ന് പേരുള്ള. മനസ്സിലായി. കൂടുതൽ വിശദീകരണം വേണ്ട, വേഗം അവരെ വിട്ടേക്ക്. ശരി സർ. റിസീവറെ വെച്ചിട്ട് എൽദോസ് സന്ദീപിനെയും രാജഗോപാലിനെയും നോക്കി. നിങ്ങളെന്താ പോകാത്തത്? താങ്കളൊരു സോറി പറഞ്ഞാൽ സന്തോഷമായി. സന്ദീപും എൽദോസും കണ്ണിൽ നോക്കി നിമിഷങ്ങളോളം നിന്നു.
നമ്മളിനിയും കാണേണ്ടവരാ. ഇതൊരു ചെറിയ കേസല്ല. നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പും വേണ്ടി വരും. നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരു വലിയ കേസ് പൊക്കിയെടുക്കാം. ശരി, ഇപ്പോൾ നിങ്ങൾ സ്ഥലം വിട്, എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. എൽദോസ് അവരെ ഒഴിവാക്കാൻ തിടുക്കപ്പെട്ടു. കിഷോറും അല്ലിമയും സ്റ്റേഷൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. സന്ദീപും രാജഗോപാലും അവരുടെ അടുത്തേക്ക് വന്നു. പോയിക്കൊള്ളാൻ പറഞ്ഞു. രാജഗോപാൽ കിഷോറിനോടായി പറഞ്ഞു. ഒരു പോലീസ് കോൺസ്റ്റബിൾ കീ ചെയിൻ കൊണ്ടുവന്ന് തിരികെ ഏൽപ്പിച്ചു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് നോക്കിയേക്കണേ, അയാൾ സന്ദീപിനോടായി പറഞ്ഞു. 4 പേരും വന്ന് കാറിൽ കയറി. നമ്മുടേതെല്ലാം ഉണ്ടല്ലോ അല്ലേ? സന്ദീപ് പുറകോട്ട് തിരിഞ്ഞു നോക്കി ചോദിച്ചു. രാജഗോപാലും അല്ലിമയുമായിരുന്നു പിൻസീറ്റിൽ. ഓരോരുത്തരും അവരുടെ ഹാൻഡ് ബാഗും മറ്റും നോക്കി. ശേഖരൻകുട്ടി അല്ലിമയ്ക്ക് സമ്മാനിച്ച സൂട്ട് കേസ് ഡിക്കിയിൽ ഇരിപ്പുണ്ട്. കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൽദോസ് സ്റ്റേഷൻ മുറ്റത്തിറങ്ങി വന്ന് കൈകാട്ടി. സന്ദീപ് ഗ്ലാസ് താഴ്ത്തി. തിരിച്ചു പോകുമ്പോൾ SP അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറണമെന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. സന്ദീപ് തലയാട്ടി. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഒരബദ്ധം സംഭവിച്ചെന്നേ ഉള്ളൂ. എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അബദ്ധം സംഭവിച്ചാൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, സന്ദീപ് ഓർമ്മിപ്പിച്ചു. മനഃപൂർവ്വം ചെയ്യുന്നവർ അത് പറയാറില്ല. സോറി, എൽദോസ് പറഞ്ഞു. വരട്ടെ, വീണ്ടും കാണാം. സന്ദീപ് കാറ് മുന്നോട്ടെടുത്തു. അത് സാവധാനം ഉരുണ്ട് മുരിക്കാശ്ശേരി കരിമ്പൻ റോഡിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. മങ്ങാട്ടുശ്ശേരി തറവാടിൻ്റെ ഗേറ്റ് കടന്ന് ഫോക്സ് വാഗൺ പോളോ കാറ് വീട്ടുമുറ്റത്തെത്തി നിന്നു. കാറിൽ നിന്നും ഭാസ്കര മേനോനും മധുവും ഭാര്യ തങ്കവും ഇറങ്ങി. അഞ്ജനയാണ് കാർ ഓടിച്ചത്. അഞ്ജന കോളേജിൽ പോകാനും വരാനും സ്വന്തമായി ഉപയോഗിക്കുന്നതാണ് ആ ചുവന്ന കാറ്. നീ ഇറങ്ങുന്നില്ലേ? തങ്കൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അഞ്ജനയോട് ചോദിച്ചു. ഞാൻ വന്നോളാം, അഞ്ജന പറഞ്ഞു. മറ്റു 3 പേരും മങ്ങാട്ടുശ്ശേരി വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി. ഭാസ്കര മേനോൻ സുഖമില്ലാതിരുന്ന അനുജത്തിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അഞ്ജന കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും കൂടി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചു. ഭാസ്കര മേനോൻ മല്ലിക താമസിക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവർ കിടക്കയിൽ എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു. തൂവള്ള നെറ്റിയും തൂവള്ള മുടിയുമായി വൃദ്ധമാലാകിയെ പോലെ ഭാസ്കര മേനോനെ കണ്ട് അവർ കട്ടിലിൻ്റെ ക്രാസിയിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. വേണ്ട, നീ അവിടെ ഇരുന്നോ. ബാസിയേട്ടന് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? മല്ലിക തിരക്കി. ഞാൻ യോഗ ചെയ്യുമായിരുന്നു. ഇപ്പോഴും മോർണിംഗിലോ ഈവനിങ്ങിലോ നടക്കാൻ പോകും, ഭാസ്കര മേനോൻ പറഞ്ഞു. ബാസിയേട്ടനൊന്ന് കാണാൻ വേണ്ടി ഞാൻ ആശിച്ചതിന് കണക്കില്ല, മല്ലിക പറഞ്ഞു. ഉണ്ണിയും തങ്കവും അതും കൂടി മുറിയിലേക്ക് കയറി വന്നതോടെ സംഭാഷണം മുറിഞ്ഞു. കുശലാന്വേഷണവും ചായ കുടിയും മറ്റുമായി കുറേ സമയം പോയി. മല്ലിക എല്ലാവരുടെയും കൂടെ ലിവിംഗ് റൂമിൽ നിന്നു സംസാരത്തിൽ മുഴുകി. ഇടയ്ക്ക് ഓർക്കാപ്പുറത്ത് മല്ലിക വേവലാതി കൊണ്ട ഒരു ചോദ്യം ഭാസ്കര മേനോൻ്റെ മുന്നിലേക്കിട്ടു. എനിക്കൊരു കാര്യം അറിയണം ബാസിയേട്ടാ. എൻ്റെ മാളുവിനെ എന്നെങ്കിലും ഇവിടെയുള്ള ആണുങ്ങൾ പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്നോ? അവൾ അവിടെ വെച്ച് പ്രസവിച്ചോ? അവളുടെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടി തെരുവിൽ ഉപേക്ഷിച്ചോ? ലിവിംഗ് റൂമിലുണ്ടായിരുന്ന നിശബ്ദത ശ്വാസം മുട്ടിക്കുന്നിടത്തോളം കടുത്തതായിരുന്നു. ഇവിടെ ആരും എന്നോട് സത്യം പറഞ്ഞിട്ടില്ല, എൻ്റെ ഭർത്താവും മകനും. ബാലേട്ടനോട് ചോദിച്ചപ്പോഴും കള്ളവാ പറഞ്ഞതെന്ന് ഈയിടെ മനസ്സിലായി. ഇനി ബാസിയേട്ടനോടെ ചോദിക്കാനുള്ളൂ. ഇപ്പോൾ എന്തിനാ നീ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഭാസ്കര മേനോൻ ചോദിച്ചു. മാളുവിൻ്റെ മകളെ ഞാൻ കണ്ടു. അവളെൻ്റെ മുന്നിൽ വന്നു നിന്നു. ഇനി നിങ്ങൾ എന്തൊളിച്ചു വെച്ചിട്ടും കാര്യമില്ല. മാളുവിൻ്റെ മകള് അവളുടെ അമ്മയെ തിരക്കി വന്നതാ. ഇനി എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി. മാളു എവിടെയുണ്ട്? ഇവിടെ ഉള്ളവർ പറഞ്ഞില്ലേ? അതല്ലല്ലോ സത്യം. എനിക്ക് സത്യം അറിയേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞത് എനിക്ക് കേൾക്കണ്ട. ബാസിയമ്മാമ തന്നെ പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിശ്വാസം പോരാ, ഹരീന്ദ്രൻ പറഞ്ഞു. നീ മിണ്ടരുത്, മല്ലിക മകന് കർക്കശമായ താക്കീത് നൽകി. അധ്യായം 40. ഉണ്ണി തൻ്റെ ഉണ്ടക്കണ്ണുകൾ ഇമവെട്ടാതെ തുറന്നു പിടിച്ചും വായു അല്പം തുറന്നും തൻ്റെ നേർക്ക് തന്നെ തുറിച്ചു നോക്കുന്നുണ്ട് ഭാസ്കര മേനോൻ ലാഘവത്തോടെ പറഞ്ഞു. അവൻ്റെ നോട്ടം കണ്ടോ? അവനെ ബാധിക്കുന്ന എന്തോ വലിയ കാര്യം കേൾക്കാൻ നിൽക്കുന്ന പോലെ. അവനെന്തെങ്കിലും മനസ്സിലായിട്ടാണോ? അവന് ചിലതൊക്കെ മനസ്സിലാവും ബാസിയമ്മാമേ, ഉണ്ണിമായ പറഞ്ഞു. ബുദ്ധിയും സാമർഥ്യമുള്ളവർക്ക് കൂടി മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അവനെ മനസ്സിലാക്കാൻ പറ്റും. ഭാസ്കര മേനോനോട് സ്ത്രീകളാരും അങ്ങനെ നേരിൽ സംസാരിക്കുന്ന ശീലം പണ്ട് മുതലേ ഇല്ലാത്തതാണ്. ഭാസ്കര മേനോൻ്റെ സഹോദരിമാർ പോലും അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമേ 2-4 വാക്ക് സംസാരിക്കുമായിരുന്നുള്ളൂ. ഉണ്ണിമായ ഇടയ്ക്ക് കയറി പറഞ്ഞത് ഒരു കല്ലുകടിയുടെ തോന്നൽ കുടുംബാന്തരീക്ഷത്തിലുണ്ടായി. അത് തിരിച്ചറിഞ്ഞെങ്കിലും
അവൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല. ഇവിടെ ആ പെൺകുട്ടി വന്നപ്പോൾ ഉണ്ണി ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയി. ആരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണിക്ക് തോന്നി അവൾ ഇവിടുത്തെ ആരോ ആണെന്ന്. ഇവിടെ എത്ര പേര് വരികയും പോവുകയും ചെയ്യുന്നു. ഇന്നേ വരെ അവനിങ്ങനെ ചെയ്തിട്ടില്ല മറ്റാരോടും. അവൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവന് കല്യാണം കഴിക്കാൻ ഇഷ്ടം തോന്നിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി മല്ലികയ്ക്ക് കാട്ടിക്കൊടുത്തതായിരിക്കും. പൊട്ടനാണെങ്കിലും അവൻ ആരാണെന്നല്ലോ, പ്രായമുണ്ടല്ലോ. ഭാസ്കരമേനോൻ്റെ പരിഹാസം പുരണ്ട മറുപടിയിൽ ഉണ്ണിമായുടെ മുഖം ചുവന്നു. ഉണ്ണിയുടെ കല്യാണക്കാരിയല്ലല്ലോ ഇപ്പം അമ്മമ്മ ചോദിച്ചത്. മാളുവിൻ്റെ മോള് അവൻ്റെ മുറപ്പെണ്ണായിട്ട് വരുമല്ലോ. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ച് നടത്തിത്തരിക. ബാസിയമ്മാമയാണല്ലോ വല്യേട്ടൻ. ഭാസ്കരമേനോൻ്റെ മുഖത്തടിയേറ്റ കണക്ക് നിന്നു. മായ നിർത്ത്, നീ സംസാരിക്കണ്ട. അരീന്ദ്രൻ ശ്വാസിച്ചു. എന്താ സംസാരിച്ചാൽ? സ്ത്രീകൾക്ക് സംസാരിക്കാൻ നാവും വാക്കുമുള്ള തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്കെന്നെ കിട്ടിയതും കെട്ടി ഈ കുടുംബത്തിൽ കൊണ്ടുവരാൻ പറ്റിയതും. ദുരഭിമാനം കൊണ്ട് സ്വത്തിന് കണ്ണുവെച്ച് കൊന്നു തള്ളുന്ന കൂട്ടത്തിലായിരുന്നു എൻ്റെ വീട്ടുകാരെങ്കിലേ ഇന്ന് നിങ്ങളും ജീവനോടെ കാണില്ല, ഞാനും ഉണ്ടാവില്ല. ഉണ്ണിമയെ പറഞ്ഞു നിർത്തിയ ശേഷം ഉണ്ടായിരുന്ന നിശബ്ദത വാചാലവും അർത്ഥപൂർണവുമായിരുന്നു. ഭാസ്കരമേനോന് ഒരിക്കലും സ്ത്രീകളോട് ഇടയേണ്ടി വന്നിട്ടില്ല. അയാളുടെ ജീവിതം ആ മട്ടിലല്ല സംവിധാനം ചെയ്യപ്പെട്ടിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു എതിർശ്വരം. സിംഹത്തെ പോലെ ജീവിച്ചിട്ട് വാർദ്ധക്യത്തിൽ ഒരടി കിട്ടിയതുപോലെ അയാൾക്ക്. ഇവിടെ നിലയ്ക്ക് നിർത്താൻ അവിടെ ആരുമില്ലേ എന്ന മട്ടിലെ അയാളുടെ ജഗന്നാഥക്കുറുപ്പിനെയും ഹരീന്ദ്രനെയും ഒടുവിൽ മല്ലികയെയും നോക്കി. ഉണ്ണിമായ ഇനിയൊരു അക്ഷരം മിണ്ടാതെ ഉണ്ണിയെ ചേർത്ത് പിടിച്ച് ഹാളിൽ നിന്നും പിൻവാങ്ങിയതോടെ പിരിമുറുക്കത്തിന് ഒരയവ് വന്നു. അഹങ്കാരം. ഭാസ്കരമേനോൻ നിസ്സഹായത പ്രകടിപ്പിച്ചു. അവനവൻ്റെ നിലയ്ക്കും വിലയ്ക്കും മീതെ നിൽക്കുന്നിടത്തുനിന്ന് ബന്ധം പിടിച്ചാൽ ഇതിലും വലുത് സഹിക്കേണ്ടി വരും. അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് എല്ലാവരും വിചാരിച്ചു. ബാസിയേട്ടൻ എനിക്കൊരു മറുപടി തന്നില്ലല്ലോ. ഞാൻ ഒരിക്കലും ഏട്ടനോട് മറുത്തൊന്നും പറഞ്ഞിട്ടുമില്ല, ഒന്ന് ചോദിച്ചിട്ട് കൂടിയില്ല. മല്ലികയുടെ ചോദ്യം വിഷയം മാറ്റി. നിന്നെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഭർത്താവും മകനും പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ വിശ്വാസം വരുമോ? നീ ബാലകൃഷ്ണനോട് ചോദിച്ചില്ലേ? അവർ പറയണതൊന്നും എനിക്ക് കേൾക്കണ്ട. ബാസിയേട്ടനെ പോണ്ടിച്ചേരിയിൽ താമസിക്കണതും അവിടെ വീടും ചുറ്റുപാടുകളൊക്കെ ഉള്ളതും മാളുവിനെ ബാസിയേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. എൻ്റെ വീട്ടിൽ മാളുവിനെ കൊണ്ടുവന്നിട്ടില്ല. അവിടെ എവിടെയെങ്കിലും വെച്ച് ബാസിയേട്ടൻ മാളുവിനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിലെന്നല്ല, പോണ്ടിച്ചേരിയിൽ എവിടെ വെച്ച് നിൻ്റെ മകളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ജയദേവൻ്റെ മകൻ ഇവിടെ വന്ന് പറഞ്ഞല്ലോ മാള് പോണ്ടിച്ചേരിയിൽ ഒരു ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചെന്ന്. അതിൻ്റെ തീയതി അവൻ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ അവനോട് തന്നെ ചോദിക്കണം, ഭാസ്കരമേനോൻ തർക്കിച്ചു. അന്നേ ദിവസം തങ്കം പ്രസവിച്ചതായിട്ട് ആശുപത്രിയിലെ കടലാസൊന്നും അവൻ പറഞ്ഞു. അവന് പ്രാന്താണ്. തങ്കം പ്രസവിച്ചത് ജിപ്മർ ഹോസ്പിറ്റലാണ്. അവൾ പ്രസവിച്ച കുട്ടി ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇവിടെ വന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ചിലപ്പോൾ മാളുവിൻ്റെ മോളായിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ എന്തിനാ ഇവിടെ വരണം? എന്തിനാ എന്നെ കാണുന്നത്? മല്ലിക വേവലാതി പൂണ്ട് സഹോദരനെ ഉറ്റുനോക്കി. ഇവിടെ നിന്നെ കാണാൻ വന്നത് മാളുവിൻ്റെ മകളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെന്താണ് ഇത്ര ചോദിക്കാനും പറയാനുള്ളത്? അത് ശരിയാണെങ്കിൽ മാള് പോണ്ടിച്ചേരിയിൽ വെച്ച് പ്രസവിച്ചതെന്ന് പറയുന്നത് ശരിയല്ലേ? അതും ചിലപ്പോൾ ശരിയായിരിക്കും. മാള് പ്രസവിച്ച കുഞ്ഞിനെ തെരുവിൽ ഉപേക്ഷിച്ചെന്ന് പറയുന്നതോ? അതും ശരിയായിരിക്കും. ബാസിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് മാളുവിനെ പോണ്ടിച്ചേരിയിൽ വെച്ച് കണ്ടിട്ടേ ഇല്ലെന്ന്? മാള് പോണ്ടിച്ചേരിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ എൻ്റെ തലയിൽ വരും മല്ലികെ? അവളെ അവളുടെ ഹസ്ബൻഡും ബന്ധുക്കളും കൂടി പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്നിരിക്കാം. അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ അവർക്ക് ജോലിയും താമസ സൗകര്യവും ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ അവളെ വല്ല തമിഴനും വിറ്റ് കളഞ്ഞിരിക്കാം. അവളെ വാങ്ങിയവൻ പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കാം. അവൾ ഗർഭിണിയായെങ്കിൽ പോണ്ടിച്ചേരിയിൽ എന്നല്ല ലോകത്ത് എവിടെ ആയിരുന്നാലും പ്രസവിച്ചല്ലേ പറ്റൂ. അതിനിടയ്ക്ക് എന്നെ എന്തിനു പിടിച്ചിടുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഭാസ്കരമേനോൻ തൻ്റെ നിലപാട് ഉറപ്പിച്ചു. ബാസിയേട്ടനും മധുവും തങ്കവുമൊക്കെ മാളുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ജയദേവൻ്റെ മോൻ പറഞ്ഞത്. അവന് വട്ടാണ്. അവൻ വെറുതെ പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും തെളിവ് വേണ്ടേ? ഞാനോ മധുവോ തങ്കമോ ഇതിൽ ഇൻവോൾവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അവനെക്കൊണ്ട് സാധിക്കുമോ? മാളുവിനെ ആര് പോണ്ടിച്ചേരിക്ക് കൊണ്ടുവന്നു? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇവിടെ ഉള്ളവരായിരിക്കും, എൻ്റെ ഭർത്താവും എൻ്റെ മകനും.
സന്തു പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ബാലേട്ടനും ഹേമേന്ദ്രനും അതിൽ പങ്കിടുന്നതാണ്. അവൻ പറഞ്ഞതല്ലേ, തെളിയിക്കട്ടെ. ഇവിടെ അവൻ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി മാളുവിൻ്റെ മകളാണെന്ന് അവന് തെളിയിക്കാൻ പറ്റുമോ? ആദ്യം അത് തെളിയിക്കട്ടെ. അത് നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. മെറ്റേണൽ DNA ടെസ്റ്റ് ചെയ്താൽ മതിയെന്ന്. ആയിക്കോട്ടെ, അവൻ അങ്ങനെ തെളിയിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം? അവൾ മാളുവിൻ്റെ മകളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നിരിക്കട്ടെ. അവളെ ദത്തെടുക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നീ കരുതി വെച്ചിട്ടുണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിൻ്റെ ഭർത്താവിനും മകനും മനസ്സിലാക്കാതെ അവരുടെ സമ്മതമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? അവരെ എതിർത്തുകൊണ്ട് അവളെ ഈ വീട്ടിൽ കയറ്റാൻ നിനക്ക് പറ്റുമോ? ഭാസ്കര മേനോൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭഗ്നാശയായിപ്പോയി മല്ലിക. താൻ ആരോടാണ് പൊരുതേണ്ടത്? എന്തിനു വേണ്ടിയാണ് പൊരുതേണ്ടത്? പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നത് ആരൊക്കെയാണ്? അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭയാശങ്കകൾ നിറഞ്ഞതും നിസ്സഹായവുമായ വാർദ്ധക്യത്തിൻ്റെ മരണശൈലിയിൽ ഇനി എണ്ണിത്തീർക്കാൻ ദിനരാത്രങ്ങൾ അധികമൊന്നുമില്ലാത്ത താൻ ചിലപ്പോൾ എന്തെങ്കിലും അവകാശം പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കും ഇങ്ങനത്തെ കഥകളായിട്ട് വരുന്നത്. ഇനി ഈ വയസ്സുകാലത്ത് മാളുവിനൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം നിനക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുക്കണ്ട, അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ മതി. പുകഞ്ഞ കൊള്ളി ഇത്രയും കാലം പുറത്തു തന്നെ ആയിരുന്നോട്ടെ. ഇവിടുന്ന് ആരും അങ്ങോട്ട് അന്വേഷിച്ചിട്ട് പോയിട്ടില്ല, അവിടുന്ന് ആരും ഇങ്ങോട്ട് തിരക്കി വന്നിട്ടില്ല. മാളും അവളുടെ ഭർത്താവും കുടുംബമായിട്ട് ഇത്രയും കാലം ജീവിച്ച പോലെ തന്നെ ഇനിയും ജീവിച്ചോട്ടെ. അവൾക്ക് ചിലപ്പോൾ ഒരു പെൺകുട്ടി മാത്രമല്ല, വേറെ മക്കളുണ്ടായിരിക്കും. നമ്മളൊന്നും അന്വേഷിക്കുകയോ അറിയോ വേണ്ടെന്ന് കാര്യമില്ല. അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ ഇവിടെ ആർക്കും യാതൊരു താല്പര്യമില്ല. ഈ അവസാന കാലത്ത് നിനക്കെന്തെങ്കിലും മനപ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് കൊടുത്തേക്ക്. കല്യാണപ്രായമായ പെണ്ണല്ലേ, ഒരു സഹായം നമ്മൾ ചെയ്തില്ലെന്ന് വരണ്ട. ഭാസ്കര മേനോൻ പറഞ്ഞു നിർത്തി. ആ പറഞ്ഞതാണ് ശരിയെന്ന് മല്ലികയ്ക്കും തോന്നിപ്പോയി. ഇവിടെ വന്ന പെൺകുട്ടി മാളുവിൻ്റെ മകളാണെന്ന് സ്ഥാപിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഈ കുടുംബത്തിൽ അവൾ സ്വീകാര്യമല്ലെന്ന് തന്നെ മാളുവിനെ പോലും പിന്നീട് ഈ വീട്ടിൽ കയറ്റിയിട്ടില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നൽകാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? തൻ്റെ ഞരമ്പുകൾ തണുക്കുകയാണെന്ന് മല്ലികയ്ക്ക് തോന്നി. ചോരയിൽ നിറഞ്ഞുകൊണ്ടിരുന്ന അമർഷം അടങ്ങുന്നു. അങ്കിളൊക്കെ നാളെ തിരിച്ചു പോവോ, അതോ 2 ദിവസം ഇവിടെ ഉണ്ടാവുമോ? ഹരീന്ദ്രൻ വിഷയം മാറ്റാനായി ചോദിച്ചു. നാളെയില്ല, മറ്റന്നാൾ, മറിയേന്ദ്രൻ പറഞ്ഞു. തങ്കം എന്താ മക്കളെ കൂട്ടിക്കൊണ്ടുവരാതിരുന്നേ? മല്ലിക ചോദിച്ചു. ഭാസ്കറിന് ജോലിക്ക് പോകണം, വീണ ചെന്നൈയിൽ പഠിക്കുക. ഗ്രീഷ്മയ്ക്ക് ക്ലാസ്സുണ്ട്, തങ്കം പറഞ്ഞു. മല്ലിക തങ്കത്തിൻ്റെ മകളെപ്പറ്റി വിശദമായി ചോദിച്ചു തുടങ്ങിയപ്പോൾ ഭാസ്കര മേനോനും ജഗന്നാഥക്കുറിപ്പും ഹരീന്ദ്രനും കൂടി ലിവിംഗ് റൂമിലേക്ക് മാറി ഒത്തുകൂടി. ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഭാസ്കര മേനോൻ കുറുപ്പിൻ്റെയും മകൻ്റെയും പ്രശംസ ആഗ്രഹിച്ച് ചോദിച്ചു. കൃത്യമായിരുന്നു, ഹരീന്ദ്രൻ പറഞ്ഞു. അമ്മയ്ക്ക് തൃപ്തിയായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അമ്മ ചോദിക്കുന്നില്ലെന്ന് വെച്ചു. ഹരി, കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് കൃത്യതയോടെ പറയണം, ലൂപ്പോൾസ് ഉണ്ടാവരുത്, ഭാസ്കര മേനോൻ സംതൃപ്തിയോടെ പറഞ്ഞു. വീടിൻ്റെ മുൻഭാഗത്തു നിന്നും വാഹനത്തിൻ്റെ ഇരമ്പൽക്കെട്ട് ഹരീന്ദ്രൻ എഴുന്നേറ്റ് ജനൽ കട്ടൻ വകഞ്ഞു മാറ്റി നോക്കി. ആരാ? ജഗന്നാഥക്കുറിപ്പ് ചോദിച്ചു. പോലീസ് വന്നിരിക്കുന്നു, ഹരീന്ദ്രനെ നെറ്റി ചൊളിച്ചു. ഏത് പോലീസ്? ജഗന്നാഥക്കുറിപ്പ് തിരക്കി. മണിമല പോലീസാണ്. അച്ഛനും ബാസിയമ്മാമ്മയും അവിടെ ഇരുന്നു. ഞാൻ ചെന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും കാര്യം കാണും. ഹരീന്ദ്രൻ മുറിവിട്ടിറങ്ങിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു സമാധാനമില്ല ബാസിയേട്ട. പോലീസൊന്നും ഇവിടെ വരാറില്ലാത്തതാ. ആ ഹേമേന്ദ്രൻ ഉണ്ടല്ലോ, അവന് നെകളിപ്പ് അല്പം കൂടുതലാണ്. ഈ ഇടെ തന്നെ പ്രശ്നം ഇത്രയും വഷളാക്കിയത് അവൻ്റെ അഹങ്കാരം കാരണം. അഞ്ജന കേൾക്കണ്ട അവളുടെ ഹസ്ബൻഡിൻ്റെ കുറ്റം. അവൾക്കറിയാം അവളും കുറേ സഹിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ബാലകൃഷ്ണനോടും ഹേമേന്ദ്രനോടും സംസാരിക്കുന്നുണ്ട്. കുറച്ച് സൂക്ഷിക്കണമെന്ന് പറയാം. കുറച്ചല്ല, കൂടുതൽ സൂക്ഷിക്കണം. ജഗന്നാഥക്കുറിപ്പ് പിറുകുറുത്തു. ഹരീന്ദ്രൻ സിറ്റൗട്ടിലേക്ക് ചെന്നപ്പോൾ SI ജെയിംസ് കുര്യൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ജീപ്പ് മുറ്റത്തിൻ്റെ കോണിലേക്ക് ഒതുക്കിയിട്ടിരിക്കുന്നത് ഹരീന്ദ്രനെ സംശയാലുവാക്കി. ഉടൻ തിരിച്ചു പോകാൻ ഉദ്ദേശമില്ല. ഗുഡ് ഈവനിങ് സർ, ഹരീന്ദ്രൻ അഭിവാദ്യം ചെയ്തു. ഗുഡ് ഈവനിങ്, ജെയിംസ് കുര്യൻ പ്രതിവദിച്ചു. സാറെന്താ അന്നത്തെ അടിപിടിയുടെ അന്വേഷണത്തിലാണോ? അല്ല ഹരീന്ദ്ര, മറ്റവൻ വരുന്നുണ്ട്. അവനിവിടെ കുഴപ്പമൊന്നും ഉണ്ടാകാതെ നോക്കണം. ആര് വരുന്നുണ്ടെന്നാ? പത്രക്കാരനില്ലേ, നിങ്ങളുടെ ബന്ധു? സന്ദീപോ? അവൻ ബന്ധുവല്ല, ശത്രു.
ബന്ധുക്കളാണല്ലോ പലയിടത്തും ശത്രുക്കൾ. അവനെന്തിനാ വരുന്നത്? ആർക്കറിയാം. SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൻ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കണമെന്ന്. വരുന്ന പാടെ അവനിട്ട് 2 പൊട്ടിച്ചാൽ നിങ്ങളത് കേസാക്കുമോ? വീട്ടിനകത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കംപ്ലൈൻ്റ് ഉണ്ടാകരുത്. സംസാരിച്ച് നിൽക്കെ ടൊയോട്ടോ ഫോർച്യൂണർ ഗേറ്റ് കടന്നു വന്നു. കാറ് മുറ്റത്തിൻ്റെ മുൻഭാഗത്തേക്ക് നിന്നിട്ട് റിവേഴ്സിൽ വടക്കും പുറത്തേക്ക് നീങ്ങി. പിന്നെ ഗേറ്റിന് അഭിമുഖമായി നിന്നു. ഇപ്പോൾ ഫോർച്യൂണറിൽ കറുപ്പ് കൂടിയ സൺഫിലിമാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിനാൽ പുറമെ നിൽക്കുന്നവർക്ക് അകത്തെ കാഴ്ചകൾ അത്ര വ്യക്തമല്ല. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സന്ദീപ് ഇറങ്ങി സിറ്റൗട്ടിന് നേർക്ക് വന്നു. വീട്ടിലേക്ക് കയറാമല്ലോ അല്ലേ? തടസ്സം എന്തെങ്കിലും ഉണ്ടോ? സന്ദീപ് ജെയിംസ് കുര്യനോട് ചോദിച്ചു. ഇല്ല, നിങ്ങൾ ബന്ധുവീടല്ലേ? SHO പറഞ്ഞു. ഓക്കെ. ഹരീന്ദ്രനങ്ങളെ, എന്തുണ്ട് വിശേഷം? ഒരു യാത്ര പോയിട്ട് വരിക. ശരിക്കും പറഞ്ഞാൽ ഇതിലല്ല വരേണ്ടത്. വണ്ണപ്പുറം മൂവാറ്റുപുഴ വഴി പോകേണ്ടതാ. അപ്പോൾ SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവിടെ ചെന്നിട്ടേ പോകാവൂന്ന്. അത് കാരണം കട്ടപ്പന കുട്ടിക്കാനം വഴി നേരെ ഇങ്ങോട്ട് പോന്നു. സന്ദീപ് സിറ്റൗട്ടിലേക്ക് കയറി. ഒറ്റയ്ക്കേ ഉള്ളോ? ഹരീന്ദ്രൻ നെറ്റി ചുളിച്ച് അതിർത്തിയോട് ചോദിച്ചു. വേറെ ആളുണ്ട്. നമുക്കല്പം സംസാരിച്ച് വേണമെങ്കിൽ മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഗസ്റ്റുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പറയാം. എനിക്ക് മല്ലിക ചിറ്റയെ ഒന്ന് കാണണം. അതാണ് പ്രധാന സംഗതി. 5 മിനിറ്റ് മതി. തടസ്സമുണ്ടോ? ഉണ്ടെങ്കിലും എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഹരീന്ദ്രൻ മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ സന്ദീപ് സിറ്റൗട്ട് കടന്ന് ലിവിംഗ് റൂമിലേക്കും അവിടെ നിന്ന് ഹാളിലേക്കും പോയി. ഹാളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മല്ലികയും മധുവും തങ്കവും അഞ്ജനയും ഓർക്കാപ്പുറത്ത് സന്ദീപിനെ കണ്ട് ആശ്ചര്യസ്തംഭരായി. ആഹാ, മധു അങ്കിൾ, തങ്കോ ആൻറ്റി, നിങ്ങളായിരുന്നു ഹരീന്ദ്രൻ അങ്കിൾ പറഞ്ഞ ഗസ്റ്റ്. ഇത് വലിയ സർപ്രൈസാണല്ലോ. സന്ദീപ് അതിശയം കൊണ്ട് അവരെയെല്ലാം മാറി മാറി നോക്കി. എന്നിട്ട് മല്ലികയുടെ അടുത്തേക്ക് ചെന്നു. മല്ലിക ചിറ്റയെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. അവൻ അവരുടെ നേർക്ക് കൈനീട്ടി. മല്ലിമ കയ്യിൽ ബലമായി പിടിച്ചു. കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സന്ദീപ് അവരെ മൃദുവായി ആശ്ലേഷിച്ചു. പിന്നെ ആലിംഗനം വിട്ട് അവരോട് പുഞ്ചിരിച്ചു. എന്നെ കാണാൻ വേണ്ടിയോ? മല്ലിക അവൻ്റെ വിരലുകളിൽ തെരിപ്പിടിപ്പിച്ചുകൊണ്ട് സന്തോഷം പൂണ്ടു. നീ വന്നുപോയിട്ട് അധികം ദിവസമായില്ലല്ലോ. ഞാനിനി കൂടെ കൂടെ വരും. ഞാനൊരു അന്വേഷണത്തിലല്ലേ, അതിൻ്റെ വിവരങ്ങൾ ചിറ്റയെ അറിയിക്കണ്ടേ? ആ, അത് വേണം. മല്ലിക പുഞ്ചിരിച്ച് തലയാട്ടി. അപ്പോഴേക്കും ഭാസ്കര മേനോനും ജഗന്നാഥക്കുറിപ്പും കൂടി ഹാളിലേക്ക് വന്നു. ഹായ്, ഇതാര്? ബാസിയമ്മാമ. സന്ദീപ് അത്ഭുതസ്തംഭനായി. ഇതെപ്പോൾ വന്നു? എന്ന് വന്നു? ആരും പറഞ്ഞില്ല. ഭയങ്കര സർപ്രൈസായല്ലോ. ഭാസ്കര മേനോൻ്റെ മുഖത്ത് യാതൊരു തെളിച്ചവും ഉണ്ടായില്ല. ഞാൻ എവിടെയൊക്കെ പോകുന്നെന്ന് നീ എന്തിനാ അറിയുന്നത്? നിന്നോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? പോണ്ടിച്ചേരിയിൽ വന്നിട്ട് ആരോടും പറയാതെ മുങ്ങിയവനല്ലേ നീ? ബാസിയമ്മാമേ, സോറി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ പോണ്ടിച്ചേരിക്ക് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കുമല്ലോ ബാസിയമ്മാമ്മയുടെ ഈ മണിമല വിസിറ്റ്. അതവിടെ നിൽക്കട്ടെ, നീ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മല്ലിക ചിറ്റി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കണ്ടല്ലോ, ഇനി സ്ഥലം വിട്ടേക്ക്. എനിക്ക് സംസാരിക്കണം ബാസിയമ്മാമേ. ഇവിടെ ആർക്കും നിൻ്റെ പ്രസംഗം കേൾക്കണ്ട. വേഗം സ്ഥലം വിടാൻ നോക്ക്. ബാസിയമ്മാമേ, ഞാൻ പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് വന്നിരിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. ഭാസ്കർ മേനോൻ തലതിരിച്ച് നോക്കിയപ്പോൾ ലിവിംഗ് റൂമിൻ്റെ വാതിക്കൽ ഹരീന്ദ്രൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടു. അതിന് പിന്നിൽ സിറ്റൗട്ടിൽ പോലീസ് യൂണിഫോമും കാണായി. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കൊള്ളാന്നേ. ആരും അനങ്ങിയില്ല. വേണ്ടത്ര തയ്യാറെടുപ്പിലാണ് സന്ദീപ് എത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഉണ്ണിയും ഡൈനിങ് ടേബിളിനപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. സന്ദീപ് അവരെ കൈയുയർത്തി കാട്ടി. ആൻറ്റി നമസ്കാരം. ഉണ്ണിമായ സൗഹാർദ്ദ ഭാവത്തിൽ പുഞ്ചിരിച്ചു. മല്ലിക ചിറ്റ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില സംഗതികൾ മാത്രം പറയാം. അതിലൊന്ന്, മാളവികയും ചന്ദ്രബാബുവും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് എവിടെയോ സുഖമായിട്ട് ജീവിച്ചിരിക്കേണ്ടതല്ലേ ചിറ്റിയുടെ സങ്കല്പം. എന്നാൽ അത് തെറ്റാണ്. മണിമലയിൽ നിന്നും മുറിഞ്ഞുപുഴ എന്ന സ്ഥലത്ത് വീടും സ്ഥലവും വാങ്ങി താമസിച്ചുകൊണ്ട് ഏലപ്പാറ കുമളി റൂട്ടിൽ ഒരു ബസ് കണ്ടക്ടറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചന്ദ്രബാബുവിനെ 6 മാസത്തിന് ശേഷം ഒരു രാത്രി ഏലപ്പാറയിൽ വെച്ച് കാണാതായി. 22 വർഷം കഴിഞ്ഞു. ഇതുവരെ യാതൊരു വിവരമില്ല. മല്ലിക താൻ കേൾക്കുന്നത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാതെ സ്തംഭരായി നിന്നു. രണ്ടാമത്തെ സംഗതി, മകനെ നഷ്ടപ്പെട്ട ശേഷം വീടും സ്ഥലവും വിറ്റ് ഇടുക്കിക്ക് സമീപം പെരിയാർവാലി എന്ന സ്ഥലത്തേക്ക് പോയ ശേഖരൻകുട്ടിയും കുടുംബത്തെയും മാളവികയും നിങ്ങളുടെ കുടുംബക്കാർ വെറുതെ വിട്ടില്ല. മാളവികയ്ക്ക് സുഖപ്രസവവും ചികിത്സാ സൗകര്യം ശരിയാക്കാനെന്ന് പറഞ്ഞ് ചിറ്റയുടെ ആളുകൾ
ഒരു രാത്രി പെരിയാർവാലിയിൽ ചെന്ന് മാളവികയെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഇന്നേ വരെ ആ വീട്ടുകാർ അവളെ കണ്ടിട്ടില്ല. വർഷം 22 ആകുന്നു. ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ച് തെളിവെടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. മല്ലികയുടെ ചകിതമായ നോട്ടം പതറി തൻ്റെ ഭർത്താവിനും മകളിലും ഒടുവിൽ ഭാസ്കര മേനോനിലും ചെന്ന് തടഞ്ഞു. സന്ദീപ് ഫോണെടുത്തൊരു നമ്പറിൽ വിളിച്ചു. മറുവശത്തു നിന്നും ഹലോ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, കിച്ചു പ്ലീസ് കം. അവൻ കോള് കട്ട് ചെയ്തു. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഭാസ്കര മേനോൻ ചോദിച്ചു. ഒന്നുമില്ല ബാസി അമ്മാമേ, നിങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല. ഒരു മിനിറ്റ്, ഇതുവരെ പറയാത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, സന്ദീപ് പറഞ്ഞു. ഹാളിൽ മൊട്ടുസൂചി വീണ കേൾക്കാവുന്ന നിശബ്ദത. അധ്യായം 41. പൂമുഖവാതുക്കലൊരു പെൺശബ്ദം കേട്ടിട്ട് ഹാളിലുണ്ടായിരുന്നവർ തിരിഞ്ഞു നോക്കി. അല്ലിമയായിരുന്നു അത്. വാതിൽ നിന്നും ഹരീന്ദ്രനോട് അവൾ ക്ഷമാപണപൂർവ്വം അകത്തേക്ക് കിടക്കാനുള്ള വഴി സൗകര്യം ചോദിക്കുകയായിരുന്നു. ഹരീന്ദ്രൻ അല്ലിമയെ കണ്ട് ആശ്ചര്യസ്തംഭനായി. പെട്ടെന്ന് വാതിലിൻ്റെ ഭാഗത്തുനിന്ന് ഒതുങ്ങിക്കൊടുത്തു. അല്ലിമ ലിവിംഗ് റൂമിലൂടെ ഹാളിലേക്കുള്ള വാതിലിൽ എത്തി നിന്നു. അവളുടെ പിന്നിൽ വന്ന കിഷോർ സിറ്റൗട്ടിൽ നിന്നതായിരുന്നു. അല്ലി മടിക്കണ്ട, ഇങ്ങോട്ട് കടന്നു വാ, ഇതെല്ലാം നമ്മുടെ ആൾക്കാരാ, സന്ദീപ് പറഞ്ഞു. അല്ലിമയെ കണ്ടതും ഉണ്ണി ഹർഷാതിശയത്തോടെ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ നേർക്ക് കൈനീട്ടി. അല്ലിമയും കൈപിടിച്ചു. പല്ലുകൾ വേണ്ടത്ര വളരാത്ത വായ തുറന്നവൻ ചിരിച്ചു. വരാൻ മറ്റേ കൈകൊണ്ട് ആംഗ്യം കെട്ടു. എന്നിട്ട് അവളെയും കുട്ടി മല്ലികയുടെ മുന്നിലേക്ക് ചെന്നു. എല്ലാവരുടെയും നോട്ടം അല്ലിമയിൽ തന്നെയായിരുന്നു. അവൾ അവരെയെല്ലാം നോക്കി മന്ദഹസിച്ചു. മുത്തശ്ശി. അല്ലിമ മല്ലികയുടെ കരം ഗ്രഹിച്ചു. അവളുടെ കൈ ഇരമ്പുന്നുണ്ടെന്ന് മല്ലികയ്ക്ക് തോന്നി. അതോ തൻ്റെ കൈയോ? ആ തരിപ്പ് ഉടലിലെമ്പാടും വ്യാപിക്കുന്നത് അവരറിഞ്ഞു. ഒട്ടും സംശയിക്കണ്ട, മാളവികയുടെ മകളാണത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങളോടത് പറഞ്ഞില്ല, സന്ദീപ് മല്ലികയോടായിട്ട് പറഞ്ഞു. മല്ലികയ്ക്കിനി സംശയമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവരുടെ കണ്ണിൽ കനിവും സങ്കടവും നിസ്സഹായതയും നിറഞ്ഞു. അവർ അല്ലിമയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് നിറകണ്ണുകളോടെ നിന്നു. അവൾ മാളുവിൻ്റെ മകളാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്താ തെളിവ്? ഭാസ്കര മേനോൻ പാരുഷ്യത്തിൽ ചോദിച്ചു. ബാസി അമ്മാമേ, തെളിവൊക്കെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. ഇവിടെ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല, സന്ദീപ് പറഞ്ഞു. ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മാളുവിൻ്റെ മകളാണെന്ന്, മാളുവിൻ്റെ ഓഹരി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ എങ്ങനെ ആർക്കു വേണ്ടി നീക്കി വെച്ചിട്ടില്ല, ഭാസ്കര മേനോൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. അല്ലിമയ്ക്ക് നിങ്ങളുടെ വക ഒരു ചില്ലിക്കാശ് പോലും വേണ്ട. എന്നാലും ശരി, ഞങ്ങൾ അതും പരിശോധിക്കുന്നുണ്ട്. മാളവികയുടെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടായിരുന്നോ? അതിൽ പിന്നീട് എന്തെങ്കിലും തിരിമറി നടന്നോ ചെന്നൊക്കെ. നിന്ന് ചിലയ്ക്കാതെ വിളിച്ചുകൊണ്ട് പോടാ, ഭാസ്കര മേനോൻ പുറത്തേക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു. അങ്ങനെ പോകാൻ വന്നവരല്ല ബാസിയമ്മാമി ഞങ്ങൾ. ആദ്യം ഞങ്ങൾ പറഞ്ഞത് മറന്നോ? മണിമല പോലീസിൻ്റെ എസ്കോട്ടോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതോടെ ഭാസ്കര മേനോന് നാവടഞ്ഞു. മല്ലികച്ചിറ്റെ, കഴിഞ്ഞ തവണ വന്നപ്പോൾ അല്ലിമ ആരാണെന്ന് പറയാതിരുന്നത് കുറച്ച് തെളിവ് കൂടി കിട്ടാനുണ്ടായിരുന്നുകൊണ്ടാ. മല്ലികയുടെ അടുത്തേക്ക് എന്ന് സന്ദീപ് പറഞ്ഞു. ഇനി ധൈര്യമായിട്ട് വിശ്വസിച്ചോ, കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയുടെയും മകൻ ചന്ദ്രബാബുവിൻ്റെയും ഇവിടുത്തെ മാളുവിൻ്റെയും കുട്ടി തന്നെയാണ് ഇവള്. 96 ഡിസംബർ 3-ാം തീയതിയാണ് മാളവിക ഇവളെ പ്രസവിച്ചത്. ഞാനിത് എടുത്തു പറയാൻ കാരണം, അന്ന് മല്ലികച്ചിറ്റയുടെ ഭർത്താവും മകനും ഈ വീട്ടിലുണ്ടായിരുന്നോ? അന്നൊരു ദിവസം മാത്രമല്ല, 1-2 ആഴ്ചത്തേക്ക് അവരിവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല മോനെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഉണ്ണിമായ പറഞ്ഞു. അച്ഛനും ഹരിയേട്ടനും കൂടി പോണ്ടിച്ചേരിക്ക് പോയിരിക്കുകയായിരുന്നു. അവർ മാത്രമല്ല, ബാലമാമയും ഹേമേന്ദ്രനും കൂടിയാണ് പോയത്. 18 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും പരസ്പരം നോക്കി ഉമിനീരിറക്കി. അവർ 4 പേരും കൂടി പോണ്ടിക്ക് വന്നത് 96-ലല്ല, 95-ലാണ്. ഭാസ്കര മേനോൻ തർക്കിച്ചു. 96 തന്നെയാണ്, എനിക്കറിയാം. ഉണ്ണിമായ വിട്ടുകൊടുത്തില്ല. അറിയാത്ത കാര്യത്തിന് നീ വെറുതെ തർക്കിക്കണ്ട. ഹരീന്ദ്രൻ ഭാര്യയെ താക്കീത് ചെയ്തു. നിങ്ങൾ അന്ന് തിരിച്ചു വന്നപ്പോൾ അത്രയും വൈകാനുള്ള കാരണം പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ സൈക്ലോണും വെള്ളപ്പൊക്കവും കാരണം അവിടെ കുടുങ്ങിപ്പോയെന്നാ. ഉണ്ണിമായ വിട്ടുകൊടുത്തില്ല. അതൊക്കെ ശരിയാ, അത് 95-ലാണെന്നാണ് പറഞ്ഞത്, ഭാസ്കര മേനോൻ തറപ്പിച്ച് പറഞ്ഞു. ബാസിയമ്മ, 95-ൽ 2 സൈക്ലോണാണ് ഉണ്ടായത്. ബേ ഓഫ് ബംഗാളിൽ ആദ്യത്തേത്, സെപ്റ്റംബറിൽ 2-ാമത്തേത്, നവംബറിൽ.
ഞാനിതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 95 കൊടുങ്കാറ്റും നവംബർ 25 തീർന്നു, സന്ദീപ് വെളിപ്പെടുത്തി. എന്നാൽ 97 നമ്മൾ പോയത്? ജഗന്നാഥക്കുറിപ്പ് മകനോട് തിരക്കി. വീണെടുത്ത് കിടന്ന് ഉരുളാനൊന്നും ആരും ശ്രമിക്കണ്ട, സന്ദീപ് പറഞ്ഞു. കള്ളം പറഞ്ഞവർ പക്ഷെ നിങ്ങൾക്ക് ഇവരുടെ മുമ്പിൽ കുറച്ച് ദിവസം കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കോടതിയിൽ വരുമ്പോഴുണ്ടല്ലോ വാസിയമ്മേ, 96 ഡിസംബർ 3 മാളവിക ക്ലൂണി ഹോസ്പിറ്റലിൽ പ്രസവിച്ച കുഞ്ഞിനെ ഡിസംബർ 7 നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. തങ്കം ആൻറ്റി, നിങ്ങളുടെ പേരിലാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. അത് നശിപ്പിച്ച് കളയാൻ ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് കൂട്ടുനിൽക്കില്ല. അവർ മാന്യമായിട്ടാണ് ഹോസ്പിറ്റൽ നടത്തുന്നത്. ഡിസംബർ 3 ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്നും മാളവിക പ്രസവിച്ച കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് തങ്കം ആൻറ്റിയാണ്. തെളിവുണ്ട്. സന്ദീപ് കണ്ണു അടച്ച് പറഞ്ഞതാണെങ്കിലും തങ്കത്തിൻ്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറിപ്പോയി. അവർ പരിഭ്രമിച്ച് ഭർത്താവിനെയും ഭാസ്കര മേനോനെയും നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ നിന്നും എല്ലാം വ്യക്തമായിരുന്നു. തങ്കം ആൻറ്റി, അന്ന് നിങ്ങൾ കയ്യിൽ വാങ്ങിയ ആ കുഞ്ഞാണ് ദാ ഈ നിൽക്കുന്നത്. സന്ദീപ് അല്ലിമയെ ചൂണ്ടിക്കാട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങൾ 3 മക്കളെ പ്രസവിച്ച അമ്മയല്ലേ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ എങ്ങനെ തോന്നി? നിങ്ങൾ പ്രസവിച്ചിട്ട് 2 പ്രാവശ്യം പോലും പ്രായമാകാത്തൊരു കുഞ്ഞ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഓർക്കണം. വീണമോള് അതിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് വേറൊരു ചോരക്കുഞ്ഞിനോട് അത്രയും വലിയ ക്രൂരത ചെയ്യാൻ ഒരമ്മയ്ക്ക് തോന്നുമോ? നീ എന്നോട് സംസാരിക്കണ്ട. ഞാനും തീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ വേറൊരു വീട്ടിൽ ജനിച്ചു വളർന്നവളാ, തങ്കം ദേഷ്യം ഭാവിച്ച് പറഞ്ഞു. ആൻറ്റി, ഞങ്ങളുടെ മുമ്പിലും ഇവിടെ ഉള്ളവരുടെ മുമ്പിലും നിങ്ങൾക്ക് തൽക്കാലം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാം. കോടതിയിൽ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ നിൽക്കുന്നവൾ മാളവികയുടെ മകളാണെന്ന് നീ തെളിയിക്ക്, തങ്കം പറഞ്ഞു. തെളിയിക്കുക തന്നെ ചെയ്യും. ആൻറ്റി എന്താ വിചാരിച്ചേ? അതൊക്കെ സാധിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാറ്റേണൽ DNA ഉണ്ട്, മെറ്റേണൽ DNA ഉണ്ട്. എന്ത് ടെസ്റ്റാണ് ഇല്ലാത്തത്? തങ്കം സന്ദീപിന് മുഖം കൊടുക്കാതെ മാറി നിന്നു. എനിക്ക് നിങ്ങളെല്ലാവരോടും കൂടി ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ചന്ദ്രബാബുവിനെയും മാളവികയെയും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. നീ ആരടാ ചോദിക്കാൻ? പോലീസ് ഓഫീസറോ അതോ CBIയോ? ഭാസ്കര മേനോൻ ആക്രോശിച്ചു. ഞാനൊരു പത്ര റിപ്പോർട്ടർ മാത്രമാണ്. ആ, നീ പോയിട്ട് നിൻ്റെ പണി നോക്ക്. ഓക്കെ. സന്ദീപ് മല്ലികയുടെ നേർക്ക് തിരിഞ്ഞു. ചിറ്റേ, ഹരീന്ദ്രനും മറ്റും പോണ്ടിച്ചേരിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ കൂടെ മാളുണ്ടായിരുന്നോ? ഇല്ല. മല്ലിക നിഷേധാർത്ഥത്തിൽ തലയാട്ടി. മാള് പ്രസവിച്ചെന്നോ പെൺകുഞ്ഞാണെന്നോ പറഞ്ഞോ? ഇല്ല. മാളുവിനെ അവർ പോണ്ടിച്ചേരിയിൽ വെച്ച് കണ്ടതായിട്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല സന്ദീപ്. ഉണ്ണിമായ ഇടയ്ക്ക് കയറി പറഞ്ഞു. മണിമലയിൽ നിന്നും പോയ ശേഷം ഇവിടെ ഞാനോ അമ്മയോ മാളുവിനെ കണ്ടിട്ടില്ല. അത്രേ അറിഞ്ഞാൽ മതി. ബാക്കി വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ അറിയിച്ചോളാം. ഇവിടെ ആരും ആരെയും ഒന്നും അറിയിക്കണ്ട. നിന്നോടാരും പറഞ്ഞോ ഇവിടെ അറിയിക്കണമെന്ന്? ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഭാസ്കര മേനോൻ കർക്കശമായി പറഞ്ഞു. മാളവികയെ പ്രസവിച്ച അമ്മയല്ലല്ലോ ബാസിയമ്മ. അവർക്കറിയണ്ടേ സ്വന്തം കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന്? മകൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാവുന്നവരാണ് നമ്മുടെ നാട്ടിലെ അമ്മമാർ. വർഷം 10-22 കൈവിട്ടു പോയിട്ട്. ഒന്ന് കാണാനും മിണ്ടാനും ഈ അമ്മയ്ക്കും ആഗ്രഹമില്ലാതിരിക്കുമോ? സന്ദീപ് ചോദിച്ചു. അങ്ങനെ ഒരാഗ്രഹം അവൾക്കുണ്ടെങ്കിൽ അത് പറയാനും അത് സാധിച്ചു കൊടുക്കാനും ഇവിടെ അവളുടെ ഭർത്താവും മകനും ഉണ്ട്. പുറത്തുനിന്ന് ആരുടെയും ആവശ്യവും സേവനവും ഇല്ല. ഭർത്താവും മകനും കൂടി ചെയ്തത് എന്താണെന്ന് മല്ലികച്ചിറ്റയ്ക്കും ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. 22 വർഷം കഴിഞ്ഞ് ചന്ദ്രബാബുവിനെ കാണാതായിട്ട് സ്വന്തം സഹോദരനും അച്ഛനും കൂടി പെരിയാർ വാലിയിൽ ചെന്ന് മാളവികയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതാണ്ട് അത്ര തന്നെയായി. കുറച്ച് മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ സംഭവങ്ങളും നടന്നത്. മല്ലികച്ചിറ്റ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? നിങ്ങളെ ആരും അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ നുണകൾ തെറ്റിദ്ധരിപ്പിച്ചു. ഒരമ്മയ്ക്ക് മകളെക്കുറിച്ച് അറിയാൻ അവകാശം മാത്രമല്ല, ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതിനവരെ സഹായിക്കാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും ബന്ധു എന്ന നിലയിലും എനിക്കുമുണ്ട് അവകാശവും കടമയും. അതുകൊണ്ടാണല്ലോ പോലീസിൻ്റെ സഹായം കൂടി എനിക്ക് കിട്ടുന്നത്. അത് തടയാനൊന്നും ആരും നോക്കണ്ട. ശരി, നിൻ്റെ കടമ കഴിഞ്ഞല്ലോ, നിനക്ക് പോകാം. ഭാസ്കര മേനോൻ പുറത്തേക്ക് കൈചൂണ്ടി. ഞാനിവിടെ നിൽക്കുന്നതിന് ബാസിയമ്മാമ എന്തിനാ പേടിക്കുന്നത്? ബാസിയമ്മാമ്മയുടെ കയ്യിൽ ചോര പറ്റിയിട്ടുണ്ടോ? അല്ലി ഇപ്പോഴും ജീവനോടെ ഉള്ളത് കൊണ്ട് ഒരു ചോരക്കുഞ്ഞിനെ കൊന്ന കുറ്റം എന്തായാലും ബാസിയമ്മാമ്മയുടെ തലയിൽ വരില്ല. പക്ഷെ മാളവികയുടെ കാര്യത്തിൽ ബാസിയമ്മാമയ്ക്ക് കൈയുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്.
ഞാനൊരു കെട്ടുകഥയും കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. വളരെ വ്യക്തമായ തെളിവുകളോടെയാണ് മാളവികയുടെ മകളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വീണ്ടും അല്ലിമയുടെ മേലായി എല്ലാവരുടെയും നോട്ടം. സന്ദീപ് പറഞ്ഞതെല്ലാം കേട്ട ശേഷം അവിടെയുള്ള ആർക്കും തന്നെ യാതൊരു സംശയം അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. അല്ലിമ മാളവികയുടെ പുത്രിയാണോ എന്നതിൽ. ഇനി മല്ലിക ചിറ്റയ്ക്ക് മകളെ കാണാനോ അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാനോ ആഗ്രഹമില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അല്ലിമയ്ക്ക് സ്വന്തം അമ്മയെ കാണാനും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ആഗ്രഹവും അവകാശമില്ലേ? അവളുടെ അമ്മയുടെ വീടും ബന്ധുക്കളെയും കാണാനും കൂടിയുള്ള അവകാശം അവൾക്കുണ്ട്. സന്ദീപ് ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യം നീ പോയി മാളുവിനൊരു മകളുണ്ടായെന്ന് തെളിയിക്ക്. അത് കഴിഞ്ഞ് ആ മകൾ ഇവളാണെന്ന് കൂടി തെളിയിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് സംസാരിച്ചാൽ മതി ഇവിടെ. ഭാസ്കരമേനോൻ പറഞ്ഞു. തെളിയിക്കും ബാസിയമ്മാമേ, എന്താ സംശയം? 2 മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായിട്ട് ആരും അറിയാതെ മായ്ച്ചു കളയാമെന്ന് ആരും വിചാരിക്കണ്ട. ഒരു അസ്ഥി കഷ്ണമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളത് കണ്ടുപിടിക്കും. 22 വർഷം കൊണ്ട് കൊണ്ടുപോയത് കൊണ്ട് ഒരു തുമ്പും കിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യേ, ഭാസ്കരമേനോൻ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു. അല്ലി, നമുക്ക് പോകാം. നമ്മുടെ ജോലി തൽക്കാലം കഴിഞ്ഞു. സന്ദീപ് അല്ലിമയോട് വരാൻ ആംഗ്യം കട്ടി. അല്ലിമ മല്ലികയെ നോക്കി. അവരുടെ 2 കൈത്തലവും കയ്യിലെടുത്തു. ആ വിരലുകൾ തണുത്തിരുന്നു. പോയിക്കോട്ടെ മുത്തശ്ശി. ഒന്നും ചോദിക്കാനോ വാങ്ങിക്കാനോ വന്നതല്ല, എല്ലാവരെയും ഒന്ന് കാണണം തോന്നി. അല്ലിമയുടെ കണ്ടുകെട്ടറി. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. മല്ലികയ്ക്ക് കരച്ചിൽ വന്നു. എന്നെ ഓർത്ത് വിഷമിക്കേണ്ട മുത്തശ്ശി, ഞാൻ അനാഥയൊന്നുമില്ല. അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്കൊരു അച്ഛനും ഒരു അമ്മയുണ്ട്. ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അച്ഛനും അമ്മയും. പോട്ടെ. അല്ലിമ പിന്നെ ഉണ്ണിമായെ നോക്കി പോവുകയാണെന്നും മെല്ലെ തലയാട്ടി. ഉണ്ണിയെ ഒന്ന് തലോടി. തങ്കത്തെ യാജ്ഞനെയും നോക്കി, ഭാസ്കരമേനോനെയും മകനെയും നോക്കി. അവരുടെ എല്ലാം നോട്ടം അവളിൽ തന്നെയായിരുന്നു. ശത്രുസ്ഥാനത്താണെങ്കിൽ പോലും അവളിൽ നിന്നും കണ്ണെടുക്കാൻ ആർക്കും എളുപ്പം കഴിയുമായിരുന്നില്ല. വാസിയമ്മാമേ, പോകുക, സന്ദീപ് പറഞ്ഞു. നിങ്ങളിവിടെ ഉണ്ടെന്ന് വിചാരിച്ചല്ല വന്നത്. ഉണ്ടായിരുന്നത് നന്നായി. സത്യം മറച്ചു വയ്ക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കൂടുതലൊന്നും പറയാനില്ല. പോട്ടെ. അല്ലിമയും കൂട്ടി സന്ദീപ് ഹാളിൽ നിന്നും ഇറങ്ങി സിറ്റൗട്ടിലേക്ക് പോയി. ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവർ മറഞ്ഞു കഴിഞ്ഞിട്ടും എല്ലാവരും ബന്ധനസ്ഥരെ പോലെ നിൽക്കുകയാണ്. മുറ്റത്ത് കാറ് സ്റ്റാർട്ടാക്കുന്ന ഇരമ്പൽ കെട്ടു. ആ ശബ്ദം അകന്നുപോയി. പോലീസ് ജീപ്പിൻ്റെ ശബ്ദവും ക്രമേണ ഇല്ലാതായി. ഭാസ്കരമേനോൻ ചുമ വരാതെ ചുമച്ചൊരു ശബ്ദമുണ്ടാക്കി. അയാൾ അനുജത്തിയുടെ സമീപത്തേക്ക് വന്നു. മല്ലിക ജ്യേഷ്ഠനെ കണ്ണുമയ്ക്കാതെ നോക്കി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ, വേറൊന്നിനല്ല. നിന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണെന്ന് കേട്ടു. മല്ലികയുടെ മനസ്സിലും കണ്ണിലും 100,000 ചോദ്യങ്ങളുണ്ടായിരുന്നു. അവയുടെ ഭാരം താങ്ങാനാവാതെ അവർ കുഴഞ്ഞു. മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഒന്നും മുടക്കരുത്, എല്ലാം ശരിയാകും. പോട്ടെ. അത്രയും പറഞ്ഞിട്ട് ഭാസ്കരമേനോൻ നാടകീയമായി പിന്തിരിഞ്ഞു. ചോദ്യങ്ങൾക്കൊന്നിനും അവസരം കൊടുത്തില്ല. പോകാമെന്ന് സജ്ഞയോടെ അയാൾ മധുവിനെയും തങ്കത്തെയും നോക്കി. മധുവും തങ്കവും ജഗന്നാഥക്കുറുപ്പിനോടും ഹരീന്ദ്രനോടും യാത്ര പറഞ്ഞു. മല്ലികയെ നോക്കുമ്പോൾ അവർ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു. ചിറ്റ വരട്ടെ, മൃദുസ്വരത്തിൽ അവർ യാത്ര ചോദിച്ചെങ്കിലും മല്ലിക മുഖമുയർത്തിയില്ല. പോണ്ടിച്ചേരിയിൽ നിന്നും വന്നവർ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും അവരെ അനുഗമിച്ച് കാറിനരികെ ചെന്നു. ഭാസ്കരമേനോൻ കാറിൽ കയറും മുമ്പ് ജഗന്നാഥക്കുറുപ്പിനോടും ഹരീന്ദ്രനോടും പറഞ്ഞു, സൂക്ഷിച്ചു വേണം, ആലോചിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. ഞങ്ങളോ ഒന്ന് ആലോചിക്കട്ടെ. അവർ കാറിൽ കയറിയിരുന്നപ്പോഴേക്കും അഞ്ജന ഇറങ്ങി വന്നു. അവൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കാറ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. ഹരീന്ദ്രൻ ജഗന്നാഥക്കുറുപ്പും തിരികെ ഹാളിലെത്തിയപ്പോൾ ഒരു പ്രതിമ കണക്കെ അപ്പോഴും മല്ലിക അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹരീന്ദ്രനും ജഗന്നാഥക്കുറുപ്പും പരസ്പരം നോക്കി. ഹരീന്ദ്രൻ അമ്മയുടെ അടുത്തെത്തി. അമ്മേ, അയാൾ വിളിച്ചു. മല്ലിക മെല്ലെ മുഖമുയർത്തി. അവൻ വന്ന് പറഞ്ഞതൊന്നും അമ്മ വിശ്വസിക്കരുത്. അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ മതി. മല്ലികയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒന്നും പറയണ്ടെന്ന് കൈകാട്ടി വിലക്കി. എന്നിട്ട് പിന്തിരിഞ്ഞു. മല്ലികയെ ജഗന്നാഥക്കുറുപ്പ് വിളിച്ചു. അവർ മുഖം തിരിച്ചൊന്ന് നോക്കി. ബാസിയേട്ടൻ പറഞ്ഞതുപോലെ ആയിരിക്കും സംഭവം.
മാളു എങ്ങനെയോ പോണ്ടിച്ചേരിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കും. അവിടെ വെച്ച് പ്രസവിക്കുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് പോയ ഒരു പെണ്ണ് ഒരുപക്ഷെ മാളുവിൻ്റെ മകളുമായിരിക്കും. പക്ഷെ ഞങ്ങളാരും ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ട് പോലില്ല. മല്ലികയുടെ നോട്ടം ഭർത്താവിൻ്റെ കണ്ണിൽ അല്പനേരം തങ്ങി നിന്നു. അതിൽ നിന്നും പാഞ്ഞ തീപ്പൊരികളേറ്റ് അന്ധനാവാതിരിക്കാൻ അയാൾ മുഖം തിരിച്ചു. മല്ലിക വേച്ച് നടന്നു തുടങ്ങി. കൈപിടിച്ച് സഹായിക്കാൻ ചെന്ന ഹരീന്ദ്രൻ്റെ കൈ അവർ തട്ടിമാറ്റി. ചുവടുകൾ ഇടറി തൻ്റെ ഇരുട്ടുമുറിയിലേക്ക് ദുർബലയായ ഒരു ആത്മാവിൻ്റെ മായുന്ന രൂപം പോലെ മറഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അധ്യായം 42. ഹേമേന്ദ്രൻ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തുവെങ്കിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്റ്റേഷനിലില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. എൽദോസിൻ്റെ മൊബൈൽ നമ്പർ വാങ്ങി വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന മറുപടി വന്നു. എൽദോസ് സ്റ്റേഷനിൽ വന്നാലുടൻ തിരിച്ചു വിളിക്കാൻ കൽപ്പിച്ചിട്ട് പുതിയ നിർമ്മിതിയെയും പഴയ തറവാടിനെയും ബന്ധിപ്പിക്കുന്ന നീളൻ തിണ്ണയിലൂടെ നടക്കുകയായിരുന്നു ഹേമേന്ദ്രൻ. കുറേ കഴിഞ്ഞപ്പോൾ എൽദോസിൻ്റെ കോള് വന്നു. ഫോൺ എടുത്തിട്ട് ഹേമേന്ദ്രൻ ചീറി. താനിത് എവിടെ പോയി കിടക്കുമായിരുന്നടോ? സ്റ്റേഷനിൽ ഫോണിലും ഇല്ല, മൊബൈലിലും ഇല്ല. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തടത്തായിരുന്നു സാറേ. ഒരത്യാവശ്യത്തിന് വിളിക്കുമ്പോഴാണോ റേഞ്ച് ഇല്ലാത്തടത്ത് പോയി നിൽക്കുന്നത്? എന്താ സാർ എന്തിനാണ് വിളിച്ചത്? എൻ്റെ കാറിൽ അവിടെ വന്നവർ തിരിച്ചു പോയോ? അതോ ആ പരിസരത്ത് കറങ്ങുന്നുണ്ടോ? അവർ പോയിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞു സാർ. അത് മനസ്സിലായി. അവർ മുരിക്കാശ്ശേരിയിൽ നിന്നും തിരിച്ചു പോയോ എന്നാണ് അറിയേണ്ടത്. അതറിയില്ല സാർ. ഞാൻ അവരെ ഫോളോ ചെയ്തില്ല. അതൊക്കെ നോക്കി വെക്കണ്ടേ? താനൊരു കാര്യം ചെയ്യ്. പെരിയാർ വാലിക്ക് പോയി ശേഖരൻകുട്ടി എന്ന ആളെയും അയാളുടെ വീട്ടിലുള്ളവരെയും കസ്റ്റഡിയിലെടുക്കുക. അതെന്തിനാണ് സാർ? എറണാകുളത്തുനിന്ന് വന്നവരെ എന്തിനാണ് അവരെ മീറ്റ് ചെയ്യാൻ പോയതെന്ന് അറിയണ്ടേ? അതിലെന്തോ ഗൂഢാലോചനയുണ്ട്. താൻ ശേഖരൻകുട്ടിയെയും ഫാമിലിയെയും ചോദ്യം ചെയ്യണം. എറണാകുളംകാർ എന്നത് എന്തിനാണെന്ന് അറിയണം. ശേഖരൻകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയണം. സാർ, അവരുടെ പേരിൽ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം. എടോ, എന്തെങ്കിലും കാരണം പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കുക. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ വിട്ടേക്ക്. അത് പറ്റില്ല സാറേ. സാറ് പറഞ്ഞിട്ടാണ് ആ പത്രക്കാരനെയും കൂടെ വന്നവരെയും കസ്റ്റഡിയിലെടുത്തത്. സാറിൻ്റെ കാറ് അവർ മോഷ്ടിച്ചതാണെന്നാണ് സാറ് പറഞ്ഞത്. എന്നാൽ അതല്ലല്ലോ സത്യം. സാറ് പറഞ്ഞതുപോലെ ചെയ്തിട്ട് SP ഓഫീസിൽ നിന്നുള്ള ചീത്തവിളി മുഴുവൻ കേട്ടത് ഞാൻ. എടുക്കാൻ കാറും വിട്ടുകൊടുത്തു. സോറിയും പറയേണ്ടി വന്നു. താൻ സോറി പറഞ്ഞു? താനൊക്കെ എന്തിനാടോ കാക്കിയിട്ടുകൊണ്ട് SI ആണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നത്? സോറിയല്ല, അടി കൊടുത്തു വിടണമായിരുന്നു. അതുപോട്ടെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ തനിക്ക് പറ്റുമോ? പറ്റില്ല സാറേ. നാളെ തൻ്റെ തലയ്ക്ക് മീതെ വരേണ്ടവനെ ഞാൻ. SP ആകാനുള്ള പ്രൊമോഷൻ ലിസ്റ്റിൽ എൻ്റെ പേരും ഉണ്ടെന്നുള്ളത് താൻ മറക്കണ്ട. സാർ, ഞാൻ അന്ന് അനുസരിച്ചാൽ മതിയല്ലോ. സോറി സാർ, വെച്ചോട്ടെ. കോള് കട്ടായി. ഹേമേന്ദ്രന് വലിയ അപമാനം തോന്നി. കാക്കിയിട്ടൊരു നീർക്കോലി തൻ്റെ വാക്കുകളെ അവഗണിച്ചു പോയിരിക്കുന്നു. അവന് ഞാൻ പണി കൊടുക്കും എന്നെങ്കിലും. എൽദോസ്. ഹേമേന്ദ്രൻ ആ പേര് മനസ്സിൽ കുറിച്ചിട്ടു. റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള പാതയിലൂടെ അഞ്ജനയുടെ പോളോ കാർ വരുന്നത് കാണാമായിരുന്നു. അത് ഗേറ്റ് കടന്നു വന്ന് കാർ പോർച്ചിൽ നിന്നു. ഭാസ്കര മേനോനും തങ്കവും മധുവും കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി. കാറ് വന്ന ശബ്ദം കേട്ട് ബാലകൃഷ്ണ മേനോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഹേമേന്ദ്രനെ നോക്കി ഭാസ്കര മേനോൻ ഒരു നിമിഷം നിന്നു. എന്തോ പറയാൻ ഭാവിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച്. തങ്കവും മധുവും നിഴൽ വീണ മുഖത്തോടെ നിന്നു. എന്തുപറ്റി? ഇതെന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത പോലെ? ആ ജയദേവൻ്റെ മകൻ മല്ലികയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭാസ്കര മേനോൻ പറഞ്ഞു. അവിടെ വന്നെന്നോ? എന്തിന്? ഹേമേന്ദ്രൻ മുന്നോട്ട് വന്നു. ഹേമേന്ദ്ര, നീ ഉദ്ദേശിക്കുന്ന പോലെ ഇത് നിസ്സാര കാര്യമല്ല. അടക്കയൊക്കെ അങ്ങ് വളർന്നു മരായി. വല്യച്ഛന് എന്നെ ഒന്ന് വിളിച്ചു പറയാൻ വയ്യായിരുന്നോ? പറഞ്ഞിട്ട് നീ എന്താ ചെയ്യാനാ? എന്തെങ്കിലും ഒരു കേസുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചിട്ടിട്ട് പിടിച്ചകത്തിടായിരുന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നോ, കയ്യേറ്റം ചെയ്തെന്നോ, മോഷണം നടത്തിയെന്നോ എന്തെല്ലാം മാർഗമുണ്ടായിരുന്നു. മണിമല പോലീസ് എൻ്റെ പോക്കറ്റിലാണ്. ഒരൊറ്റ കോള് വന്നു. മണിമല പോലീസും വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജന സിറ്റൗട്ടിലേക്കുള്ള പടിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അവരെ പിടിച്ചകത്തിടാനല്ല, അവർക്ക് എസ്കോട്ട് വന്നതാ, SP ഓഫീസിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ട്. ഹേമേന്ദ്രൻ അന്തം വിട്ട് ഭാര്യയെ നോക്കി. സന്ധ്യവ് തനിച്ചല്ല വന്നത്, മാളുവിൻ്റെ മകളെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരുന്നത്. ചിറ്റയ്ക്ക് പരിചയപ്പെടുത്തി. മാളുവിൻ്റെ മകളാണെന്ന് തന്നെ പറഞ്ഞിട്ട് 22 കൊല്ലം മുമ്പ് ചന്ദ്രബാബുവിനെ കാണാതായതും 6 മാസത്തിനകത്ത് നിങ്ങളൊക്കെ കൂടി പെരിയാർ വാലിയിൽ നിന്ന് മാളുവിനെ കൂട്ടിക്കൊണ്ടുപോയെന്നും
പോണ്ടിച്ചേരി കൊണ്ടുപോയി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കളഞ്ഞെന്നും അതിനുശേഷം മാളുവിനെ ആരും കണ്ടിട്ടില്ലെന്നും പറഞ്ഞു. അഞ്ജനയുടെ സ്വരത്തിന് മൂർച്ച കൂടി വന്നു. അവൾ സിറ്റൗട്ടിലേക്ക് കയറി നിന്നു. ഹേമേന്ദ്രൻ ഭാര്യയുടെ നേർക്ക് തറപ്പിച്ച് നോക്കി. പറഞ്ഞതെല്ലാം മല്ലികച്ചിറ്റയ്ക്ക് മനസ്സിലായി. ചന്ദ്രബാബുവിനും മാളുവിനും എന്തോ സംഭവിച്ചെന്നും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇനി 3 കാര്യങ്ങളെ അവൻ പറയാൻ ബാക്കിയുള്ളൂ. എങ്ങനെ കൊന്നു, ആര് കൊന്നു, എവിടെ മറവ് ചെയ്തു. ബാലകൃഷ്ണമേനോൻ നടുങ്ങിപ്പോയി. ആര് കൊന്നടി? ഹേമേന്ദ്രൻ ആക്രോശിച്ചു. അവൻ തന്നെ പറയും. സന്ദീപ്. എന്താ സംശയം? മിണ്ടരുത്. നിന്നോട് ആരും ഇവിടെ നിന്നും ഒന്നും ചോദിച്ചിട്ടില്ല. ഹേമേന്ദ്രൻ ചീറിക്കൊണ്ട് കൈവിരൽ ചൂണ്ടി. നിങ്ങൾക്ക് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ചെകിട്ടത്തെ തല്ല്. ഞാൻ വാ തുറക്കാതിരിക്കാൻ അതാണല്ലോ ചെയ്യാറ്. അഞ്ജന വീരോടെ പറഞ്ഞിട്ട് ഹേമേന്ദ്രനെ തല്ലാൻ പാകത്തിൽ നിന്നു. ഹേമേന്ദ്രൻ പതറി. അസുഖകരമായ ആ രംഗം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ബാലകൃഷ്ണമേനോൻ മകളോട് പറഞ്ഞു. മോളെ, നീ അകത്തോട്ട് ചെല്ലേ. അഞ്ജന പിന്നെ ഒരക്ഷരം മിണ്ടാതെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അഞ്ജന പറഞ്ഞതെല്ലാം ശരിയാ. ഭാസ്കരമേനോൻ അനുജനോട് പറഞ്ഞു. മല്ലിക ഇനി നമ്മളാരും പറയുന്നത് വിശ്വസിക്കില്ല. എവിടെയെങ്കിലും ഇതൊന്ന് പിടിച്ചു നിർത്തിയേ പറ്റും. എന്നെക്കൊണ്ട് വയ്യ ഈ പ്രായത്തിൽ കോടതി കയറാൻ. വല്യച്ഛൻ എന്താ ഇത്ര പേടി? ഞാനില്ല നിങ്ങളുടെ കൂടെ? ഹേമേന്ദ്രൻ ചോദിച്ചു. നിന്റെ മൂക്കിന് കീഴിലല്ലേ എല്ലാം നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഫിഡൻസ് നല്ലതാ, പക്ഷെ അരഗൻസ് അതിന് പകരമാകില്ല ഒരിക്കലും. ഭാസ്കരമേനോൻ മുഷിച്ചലോടെ പറഞ്ഞു. ഇത് കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും, അതുകൊണ്ടാണ് പറയുന്നത്. ഹേമേന്ദ്രൻ നീരസം കൊണ്ടു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിപ്പം പോണ്ടിന്ന് ഇവിടം വരെ യാത്ര ചെയ്യേണ്ടി വന്നത്. ഇതൊരു തറവാട്ട് വിസിറ്റായിട്ട് കണക്കാക്കിയാൽ മതി. ഞങ്ങളുടേത് അങ്ങനെ കണക്കാക്കാം. ജയദേവൻ്റെ മകൻ മാളുവിൻ്റെ മകളാണെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നല്ലോ. അതെങ്ങനെയുള്ള വിസിറ്റായിട്ട് കാണണം? അതെല്ലാം വല്യച്ഛൻ്റെ ഫോൾട്ടാണ്. ഈ കേസിൽ നിങ്ങളാരും എൻ്റെ നേർക്ക് കൈ ചൂണ്ടണ്ട. ഇതെല്ലാം വല്യച്ഛനും മധുവേട്ടനും കൂടി വരുത്തി വെച്ചതാ. ഞങ്ങളെന്ത് ചെയ്തു? ഭാസ്കരമേനോൻ ആശ്ചര്യത്തിൽ ചോദിച്ചു. ഞങ്ങളാണോ എല്ലാത്തിനും കാരണക്കാർ? ആ കുഞ്ഞ് ജീവിച്ചിരുന്നത് വല്യച്ഛൻ്റെ ഫോൾട്ടല്ലേ, അല്ലെങ്കിൽ മധുവേട്ടൻ്റെ? അതാണല്ലോ എല്ലാത്തിനും കാരണം. അന്ന് നിങ്ങൾ വേണ്ട പോലെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെയുള്ള പ്രശ്നമായിട്ട് വരില്ലായിരുന്നു. അത് ഞങ്ങൾ വിശ്വസിച്ചവർ ചീറ്റ് ചെയ്തതാ. എനിക്കൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ കളയേണ്ട ആവശ്യമില്ല. എൻ്റെ മകനുമില്ല. ഭാസ്കരമേനോൻ്റെ വാക്കുകൾ പരുഷായി. അത് അവിടെ വെച്ച് പറയണമായിരുന്നു. ഞങ്ങളാ ജോലി ഭംഗിയായിട്ട് തീർത്തേനെ. അപ്പം മധുവേട്ടൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലോ വൈറ്റ് ടൗണിൽ പോലും ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കാണാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പോലീസ് അന്വേഷിക്കും. അവിടെ പോലീസ് സ്ട്രോങ് ആണ്. അവർ ഹോസ്പിറ്റലെല്ലാം കയറി ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളുടെ ലിസ്റ്റും അഡ്രസ്സും തപ്പിയെടുക്കുന്നൊക്കെയല്ലേ. അതങ്ങനെ തന്നെയാണ്. അങ്ങനെ പോലീസ് അന്വേഷിച്ചാലും കാട്ടിക്കൊടുക്കാൻ തങ്ക ആൻറ്റിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നല്ലോ. പക്ഷേ സ്ക്രൂട്ടിനി വരുമ്പോൾ ഏജ് ഡിഫറൻസ് പോലീസിന് മനസ്സിലാകും. 2 ദിവസം പ്രായമുള്ള കുഞ്ഞും 2 മാസം പ്രായമുള്ള കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം ഏത് പൊട്ടനും തിരിച്ചറിയാൻ പറ്റും. മധു കൂടി തർക്കത്തിൽ കിടന്നു. മധുവേട്ടൻ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ഇങ്ങോട്ടും ആരും കുറ്റപ്പെടുത്താൻ വരികയും വേണ്ട. ഹേമേന്ദ്രൻ പറഞ്ഞു. ഇത് നമ്മളങ്ങനെ ഓവർകം ചെയ്യും. അതാലോചിക്കുക വേണ്ടത്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. തങ്കം പറഞ്ഞു. ഹേമേന്ദ്രൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോഴാണ് ഫോണിലേക്കൊരു കോൾ വന്നത്. നമ്പർ നോക്കിയിട്ട് അയാൾ പറഞ്ഞു. ഓഫീസിൽ നിന്നാണ്. സാർ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഫേക്കാണോ അതോ റിയലാണോ എന്നറിയില്ല. കൃഷ്ണകുമാർ പറഞ്ഞോളൂ. സാറിനൊരു സസ്പെൻഷൻ ഓർഡർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സസ്പെൻഷനോ? എനിക്കോ? വാട്ട് നോൺസെൻസ്. ഹേമേന്ദ്രൻ ക്ഷുഭിതനായി. സാർ, മെയിലൊന്ന് ചെക്ക് ചെയ്യണം പ്ലീസ്. വയ്ക്കട്ടെ. കോള് മുറിഞ്ഞു. ഹേമേന്ദ്രൻ പകച്ചു നിന്നു. ബാലകൃഷ്ണമേനോനും ഭാസ്കരമേനോനും തങ്കവും മധുവും ആശങ്കയോടെ അന്യനും നോക്കി. വെറുതെ പറയുന്നതാ, ബാലകൃഷ്ണമേനോൻ പറഞ്ഞു. നീ IG-യുടെ ഓഫീസിലേക്കൊന്ന് വിളിക്ക്. ഹേമേന്ദ്രൻ അത് കേട്ടില്ല. അയാൾ ഫോണിലെ ജിമെയിലിൽ കയറി സസ്പെൻഷൻ ഓർഡറിൽ തിരഞ്ഞു തുടങ്ങിയിരുന്നു. എറണാകുളം കാക്കനാട് പള്ളിക്കര റോഡിൽ മനക്കൽക്കടവ് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ കാറ് കടമ്പ്രയാറിന് തീരത്തുള്ള ഹരിതം ഹൗസിംഗ് കോളനിയിലേക്ക് കടന്നു. 5-ാം നമ്പർ റിംഗ് റോഡിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഗേറ്റ് കടന്ന് കാറ് രാജഗോപാലിൻ്റെ വീട്ടുമുറ്റത്ത് നിന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ച് സ്വിച്ച് കീ തിരിച്ച് എഞ്ചിൻ നിർത്തിയിട്ട് സന്ദീപ് വാച്ചിൽ സമയം നോക്കി. 9:43. നമ്മൾ 10-ന് മുമ്പെത്തി. സന്ദീപ് തെല്ല അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഇത്തിരി കൂടുതലാണ് സ്പീഡ്. രാജഗോപാൽ സീറ്റ് ബെൽറ്റ് അഴിച്ചിറങ്ങി.
മറ്റുള്ളവർ ഇറങ്ങി. ഡിക്കി തുറന്ന് കിഷോർ തൻ്റെയും സന്ദീപിൻ്റെയും ലഗേജ് എടുത്തു ഇരു തോളിലുമായിട്ട് തൂക്കി. സന്ദീപ് സ്വിച്ച് കീ രാജഗോപാലിനെ ഏൽപ്പിച്ചു. രാത്രി ഇത്രയും വൈകില്ലേ, പോയി റെസ്റ്റ് ചെയ്യൂ, നാളെ സംസാരിക്കാം, രാജഗോപാൽ പറഞ്ഞു. സന്ദീപ് അല്ലിമയെ നോക്കി. അവൾ മെല്ലെ ശിരസനക്കി. കണ്ണിൽ എന്തൊക്കെയോ വ്യാകുലതകളുണ്ടായിരുന്നു. മണിമലയിൽ നിന്നുള്ള യാത്രക്കിടയിൽ അവൾ സീറ്റിലേക്ക് ചാരി വിൻഡോയിലൂടെ മുഖം ചായ്ച്ച് മാറിൽ കൈകെട്ടി വിഷാദമുഖയായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിലപ്പോൾ ഹരിപ്പാട് പോയേക്കും, സന്ദീപ് പറഞ്ഞു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, രാജഗോപാൽ മുന്നറിയിപ്പ് നൽകി. ഡോർ ലോക്ക് ചെയ്യണം. പിന്നെ പെട്ടെന്നെടുക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു ആയുധം കരുതുന്നത് നല്ലതാ. ഒരു ബ്ലേഡോ പേന കത്തിയോ എന്തെങ്കിലും. ആരെ ആക്രമിക്കാനല്ല, സ്വരക്ഷയ്ക്ക്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല അങ്ങളെ. ധൈര്യവും ബുദ്ധിയും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. അലി ഗുഡ് നൈറ്റ്. തുടർന്ന് കിഷോറും അവർക്ക് നല്ല രാത്രി ആശംസിച്ചു. അവർ രണ്ടുപേരും ഗേറ്റ് കടന്ന് റോഡിലേക്ക് നടന്നുപോയി. അല്ലിയും രാജഗോപാലും സിറ്റൗട്ടിലേക്ക് കയറി. ശ്രീലക്ഷ്മി വാതിൽ തുറന്നു പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. കുട്ടികൾ കിടന്നോ, രാജഗോപാൽ ചോദിച്ചു. ടി വി കാണുന്നു. ഇതെന്താ ഒരു സ്യൂട്ട് കേസ്? അല്ലിമയുടെ കൈവശം ഹാൻഡ് ബാഗ് കൂടാതെ ഒരു പഴഞ്ചൻ സ്യൂട്ട് കേസ് കൂടി കണ്ട് ശ്രീലക്ഷ്മി ആശ്ചര്യപ്പെട്ടു. ഇതെവിടെ നിന്ന് കിട്ടി? പറയാം, രാജഗോപാൽ അത്രയേ പറഞ്ഞുള്ളൂ. അകത്തേക്ക് കയറിയ ശേഷം രാജഗോപാൽ നേരെ ബെഡ്റൂമിലേക്ക് പോയി. മോളെ, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം, അല്ലിമയോട് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി രാജഗോപാലിൻ്റെ പിന്നാലെ ചെന്നു. രാജഗോപാൽ ഷർട്ടിൻ്റെ ബട്ടൺസ് വിടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി കയറി ചെന്നു. എന്താ ഇത്രയും വൈകിയത്? വെളുപ്പിനെ പോയതല്ലേ? ശ്രീലക്ഷ്മി പരിഭവിച്ചു. രാവിലെയാണോ പോയത്? എൻ്റെ വിചാരം ഇന്നലെയോ മിനിഞ്ഞാന്ന് പോയതാണെന്ന്. അത്രമാത്രം യാത്ര ചെയ്തോ? യാത്ര മാത്രമല്ല, സംഭവങ്ങളും. ഫോൺ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാം, ഇപ്പം നീ അല്ലിയുടെ അടുത്തേക്ക് ചെല്ല്. എന്താ? ശ്രീലക്ഷ്മിക്ക് ജിജ്ഞാസയായി. ചെല്ല്. വല്ലാതെ ടയേർഡാണ് അവൾ, ഇമോഷണലി. ഭർത്താവിൻ്റെ നേർക്ക് ചോദ്യഭാവത്തോടെ 2 നിമിഷം നോക്കി നിന്നിട്ട് ശ്രീലക്ഷ്മി മെല്ലെ പിന്തിരിഞ്ഞു. അല്ലിമയുടെ മുറിയിലേക്ക് ശ്രീലക്ഷ്മി ചെല്ലുമ്പോൾ അവൾ മുന്നോട്ട് കുനിഞ്ഞ് കിടക്കയിലിരിക്കുകയാണ്. ശ്രീലക്ഷ്മി അകത്ത് കയറി വാതിൽ ചാരി. മോളെ, വിളികെട്ട് ഞെട്ടിയതുപോലെ അവൾ മുഖമുയർത്തി പകച്ചു നോക്കി. ശ്രീലക്ഷ്മി അരികെ ചെന്നു. അല്ലിമ എഴുന്നേറ്റു. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കണ്ട് ശ്രീലക്ഷ്മി എന്തു പറ്റിയെന്ന് ചോദിക്കാൻ ഭാവിക്കുമ്പോഴേക്കും ശബ്ദമില്ലാതെ ഒരു കരച്ചിലോടെ ശ്രീലക്ഷ്മിയുടെ തോളത്തേക്ക് അവൾ വീണു കഴിഞ്ഞിരുന്നു. ശ്രീലക്ഷ്മി ഇരു കരങ്ങൾ കൊണ്ടും അവളെ ആശ്ലേഷിച്ചു. പക്ഷെ അവൾക്ക് അതൊന്നും പോരായിരുന്നു. അവളുടെ നെഞ്ചിൽ അലകടൽ ഇരമ്പുന്നുണ്ടെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി. തേങ്ങകളുടെ ഇടിപ്പ് ഉടലിൽ പ്രകമ്പനം കൊണ്ടു. എന്തു പറ്റിയെന്ന് പറ. അവളുടെ മുഖം കയ്യിലെടുത്ത് ശ്രീലക്ഷ്മി മെല്ലെ ഉലച്ചു. എൻ്റെ അമ്മയല്ലേ? അത് ഞാൻ തന്നെയാ. എന്താ സംശയം? ആര് പറഞ്ഞു അല്ലെന്ന്? ഒന്നും പറയാതെ നെഞ്ചടിച്ചു വന്ന ഒരു തേങ്ങലോടെ അല്ലിമ വീണ്ടും ഇറുക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാനായി സന്ദീപ് മുറിയിലേക്ക് കയറി വന്നു. പിറകെ കിഷോറും വന്നു. മേശപ്പുറത്ത് കിഷോറിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. കിടക്കയിലിരുന്നിട്ട് സന്ദീപ് തിരക്കി. ആരാ ഈ 11 മണിക്ക്? കിഷോർ ഫോണെടുത്ത് നോക്കി. സോഫിയ. ഞാനിരിക്കുന്ന ശല്യാണോ? ഏയ്, കുഴപ്പമില്ല, സന്തോഷം കിടന്നോ? കിഷോർ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇത് എത്രാമത്തെ കോളാണെന്ന് അറിയാവോ? അയാളെ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു, ഫോൺ റൂമിലും. കഴിഞ്ഞ 36 മണിക്കൂറും ഫുഡ് കഴിക്കുമായിരുന്നോ? അയ്യോടി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഒരു യാത്രയുണ്ടെന്ന്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ആരും ചോദിക്കാനും ഇല്ല, വിളിക്കാനും ഇല്ല, പറയാനും ഇല്ല. നിൻ്റെ ശബ്ദം എന്താ എത്രയും വൈബ്രേറ്റ് ചെയ്യുന്നത്? എടി സോഫി, ഞാൻ പോയിട്ടിങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. ഫോണില്ലായിരുന്നോ കയ്യിൽ? ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്? ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു എൻ്റെ കൂടെ. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പോവുക. എനിക്ക് ജോലിയും വേണ്ട, ഒരു കുന്തം വേണ്ട. അല്ല, നീ എന്തിനാ കരയുന്നത്? ഞാൻ എന്തെങ്കിലും? ആര് കരഞ്ഞു? ഇവിടെ ആരും കരഞ്ഞില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. സോഫി, ഞങ്ങൾ പകൽ മുഴുവൻ ട്രാവലിങ്ങിലായിരുന്നു. വെളുപ്പിന് 5 മണിക്ക്. വേണ്ടക്ക, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിനി വിളിക്കത്തുമില്ല. വെക്കുക. കോള് കട്ടായി. കിഷോർ സ്തംഭിച്ചിരുന്നു പോയി. എന്താണ് കിച്ചു പ്രശ്നം? അവൾ ഫോൺ കട്ടാക്കി. ഇതെന്താ ഇങ്ങനെ?
ഓർക്കാപ്പുറത്ത് ഇടിയും മിന്നലും കാറ്റും മഴയെല്ലാം കൂടി. അതങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അനുഭവിച്ചോ. അവിടെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നീ ആ കലണ്ടർ എടുത്ത് നോക്ക്. കറുത്ത വാവോ വെളുത്ത വാവോ വല്ലതും അടുത്തുണ്ടോയെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ പീരീഡ്സ് ആയിരിക്കും. കിഷോർ കണ്ണു പിടിച്ചു. അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെയൊക്കെ വരും. സന്തോഷം അവളെ പോവുകയാണെന്ന്. അവൾക്ക് ജോലിയും വേണ്ട, ഒരു കുന്തവും വേണ്ടെന്ന്. ഇനി വിളിക്കത്തില്ലെന്ന്. നീ അതല്ല അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങിൽ എടുത്താൽ മതി. ഞാൻ കിടക്കുവാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന്. സന്ദീപ് കിടന്നു. കിഷോർ ഫോണും നോക്കി അന്തം വിട്ടിരുന്നു. അധ്യായം 43. കിഷോർ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് ഫോണ് മേശപ്പുറത്ത് വെച്ചു. സോഫിയെ വിളിക്കണോ വേണ്ടയോ എന്നൊരു വടംവലി മനസ്സിൽ നടക്കുന്നുണ്ടായിരുന്നു. വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ ആത്മാഭിമാനത്തിന് ക്ഷീണമാവും. അവൾ വീണ്ടും കടിച്ചു മുറിച്ച് വല്ലതും പറഞ്ഞാൽ അത് പിന്നെയും കലഹം വർദ്ധിപ്പിച്ചു. കിഷോർ ഒരു ആത്മപരിശോധന നടത്തി. താൻ തെറ്റുവല്ലതും ചെയ്തോ? ഇന്നലെ വൈകുന്നേരം അവളുടെ ഡ്യൂട്ടിക്ക് കയറും മുമ്പേ താൻ വിളിച്ച് സംസാരിച്ചതാണ്. ഇടുക്കി യാത്രയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇന്ന് വാസ്തവത്തിൽ സൗകര്യമായി വിളിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല. എപ്പോഴും ബിസിയായിരുന്നു. മറ്റുള്ളവർ കൂടെയുള്ളതിനാൽ സോഫിയെ വിളിച്ച് സംസാരിക്കുക എന്നത് പ്രായോഗികമല്ലായിരുന്നു. തിരിച്ചെത്താൻ ഇത്രത്തോളം വൈകുമെന്ന് വിചാരിച്ചില്ല. വന്നയുടെ കുളിയും ഭക്ഷണവും അത് കഴിഞ്ഞ് സൗകര്യമായി വിളിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഇങ്ങോട്ട് പൊട്ടിത്തെറി. നല്ല ക്ഷീണമുണ്ടായിട്ടും ഉറക്കം വരുന്നില്ല. ഒരു സമാധാനവും കിട്ടുന്നില്ല. മൊബൈലിൽ മെസ്സേജ് അലർട്ട് വന്നപ്പോൾ കിഷോർ എടുത്തു നോക്കി. ഏതോ റിംഗ് ടോണിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇവനൊന്നും വേറെ പണിയില്ലേ? ആത്മകഥം അല്പം കൂടിപ്പോയി. നീ എന്തെങ്കിലും പറഞ്ഞു വെച്ചു? സന്തോഷം ഉറങ്ങിയില്ലേ? ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരാനുണ്ട്. അല്ലിമയാണോ? രാത്രി 10 വരെ നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നോ? ഇനി എന്തിനാ കോള്? അതുകൂടി ഉണ്ടെങ്കിലേ ഒരു പൂർണ്ണതയുള്ളൂ. സന്ദീപ് ഒരു കള്ളച്ചിരി ചിരിച്ചു. ഞാനിനി വിളിക്കുന്നേ ഇല്ല. മോശമല്ലേ രാത്രി അസമയത്ത്, അതൊരു പെൺകുട്ടിയെ? അവളിപ്പം നിന്നെ പഞ്ഞിക്കിടുമായിരിക്കും അവിടെ ബെഡിൽ. അതങ്ങനെ? ഞാനിവിടെ അല്ലേ? തൽക്കാലം ഒരു തലയെണ്ണെടുത്ത് വെച്ച് അത് നീയാണെന്ന് വിചാരിച്ച് കുറേ മാന്തും, അള്ളിപ്പിടിക്കും, പിച്ചിപ്പറിക്കും, ഇടിക്കും, പിന്നെ ഭിത്തിയുടെ നേർക്ക് വലിച്ചൊരു ഏറ് കൊടുക്കും. ശരിക്കും പ്രേമം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വട്ടായി പോകും. സന്തോഷം എനിക്കായിരുന്നു ഇതുവരെ പരാതിയും വഴക്കും. ഞാനങ്ങോട്ട് വിളിച്ചാൽ പോലും അവൾ അറ്റൻഡ് ചെയ്യില്ല. മെസ്സേജ് അയച്ചാൽ മറുപടിയില്ല. നമ്മളൊരു ഡസൻ മെസ്സേജ് അയച്ചാലും അവളൊരു റീപ്ലൈ ചെയ്യാതെ കൂളായിട്ടിരിക്കും. ഞാൻ എത്ര തവണ വിചാരിച്ചിട്ടുണ്ടെന്നറിയോ അവളൊരു സ്നോ ബ്യൂട്ടിയാണെന്ന്? കാണാനൊക്കെ കിഴക്കാം, പക്ഷേ തൊട്ടു നോക്കിയാൽ മഞ്ഞ് പോലെ തണുത്തിരിക്കും. എന്തുകൊണ്ടോ അവൾക്കൊരു റെസ്പോൺസും ഇല്ലാത്ത നിർവികാര ജീവിയാണോ എന്നൊക്കെ ആലോചിച്ച് വലിയ നിരാശ തോന്നിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? ഫയർ ബ്യൂട്ടിയാ. തീപ്പൊരി ചിതറാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് പ്രേമമുണ്ടോ? അവൾ പരമാവധി ഡിഫെൻസ് ചെയ്ത് നോക്കി. എത്ര അടക്കി പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഈ പ്രേമത്തിൻ്റെ ഒരു പവറുണ്ടല്ലോ. അപ്പോൾ പ്രിയരെ, ഇന്നത്തത് ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാമല്ലേ. ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചേർക്കുക. സുഖമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.